गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ശ്രീമദ് ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിൽ 22 ശ്ലോകങ്ങൾ കഴിഞ്ഞു. 23 മുതലാണ് എന്ന് ശ്രദ്ധിക്കുന്നത്. അവിടെ അവസാനം പറഞ്ഞത് യേ ഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ. സംസ്പർശജങ്ങളായ ഭോഗങ്ങൾ, വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള സ്പർശത്തിൽ നിന്നുണ്ടാവുന്ന ഭോഗങ്ങൾ അപ്പോൾ ദുഃഖയോനികളാണ്, ദുഃഖത്തെ ഉദ്ഭവിപ്പിക്കുന്നവയാണ്. എന്നല്ല, ആദ്യന്തവന്തഃ, ആദ്യവും അവസാനവുമുള്ളവയാണ്. ഇതറിഞ്ഞ് ബുധന്മാർ, വിവേകികൾ അവയിൽ രമിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് അയം ച ശ്രേയോമാർഗ പ്രതിപക്ഷി കഷ്ടതമഃ ദോഷഃ സർവാനർത്ഥപ്രാപ്തി ഹേതുഃ ദുർനിവാര്യഃ ച ഇതി തത്പരിഹാരേ യത്നാധിക്യം കർത്തവ്യം ഇത്യാഹ ഭഗവാൻ. അയം ച ശ്രേയോമാർഗ പ്രതിപക്ഷി കഷ്ടതമോ ദോഷഃ സർവാനർത്ഥപ്രാപ്തി ഹേതുഃ ദുർനിവാര്യഃ ച ഇതി തത്പരിഹാരേ യത്നാധിക്യം കർത്തവ്യം ഇത്യാഹ ഭഗവാൻ. അപ്പോൾ സംസ്പർശജമായിരിക്കുന്ന ഭോഗങ്ങൾ, അതിനെയാണ് ദുഃഖയോനി എന്ന് പറഞ്ഞത്. ആദ്യാവസാനങ്ങളോട് കൂടിയതെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിവേകി അവയിൽ രമിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ശ്രേയോമാർഗ പ്രതിപക്ഷി അയം, ഇത് ഇവൻ ശ്രേയോമാർഗത്തിൽ പ്രതിപക്ഷിയാണ്, ശത്രുവാണ്, തടസ്സമാണ്. അർത്ഥം വേണ്ട അല്ലെങ്കിൽ കാമം വേണ്ട എന്നൊന്നും ശാസ്ത്രത്തിനോ ആചാര്യനോ ആർക്കും പറയാൻ സാധ്യമല്ല. കാമവും അർത്ഥവും ധർമ്മവും മോക്ഷവും എല്ലാം പുരുഷാർത്ഥങ്ങൾ തന്നെയാണ്. എന്നാൽ എപ്പോഴാണോ തൻ്റെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം ദുഃഖനിവൃത്തി രൂപമായ അഥവാ സർവ സ്വാതന്ത്ര്യമായ മോക്ഷമാണ് എന്ന് നിശ്ചയിച്ചിട്ടുള്ളത്, അങ്ങനെ മുമുക്ഷുവായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അർത്ഥം, കാമം, ധർമ്മം ഈ വക പുരുഷാർത്ഥങ്ങളിലുള്ള അവ തന്നെ കീഴ്പ്പെടുത്തും വിധം നിയന്ത്രണമില്ലാത്ത വിധത്തിലുള്ള, അല്ലെങ്കിൽ അവയ്ക്ക് വിധേയനാകും വിധത്തിലുള്ള, അതാണ് കൂടുതൽ നല്ല വാക്ക്, അവയ്ക്ക് വിധേയനാകും വിധത്തിലുള്ള പ്രവൃത്തി എപ്പോഴും മുമുക്ഷുവിന് തടസ്സമാണ്.
നമ്മുടെ കരണങ്ങളും കരണവ്യാപാരങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ വേണം, അല്ലെങ്കിൽ നമ്മൾ അവയുടെ നിയന്ത്രണത്തിലായി മാറും. അങ്ങനെ എപ്പോഴാണോ നമ്മുടെ നിയന്ത്രണത്തിൽ കരണങ്ങളും കരണവ്യാപാരങ്ങളും അതുമായി ബന്ധപ്പെട്ടവയും അല്ലാത്തത്, അപ്പം അത് ശ്രേയോമാർഗത്തിന് തടസ്സം വരും ചെയ്യും. അപ്പം അയംച്ച് ശ്രേയോമാർഗ പ്രതിപക്ഷി, ഇവൻ ഈ കാമൻ ശ്രേയോമാർഗത്തിന് പ്രതിപക്ഷിയാണ്, തടസ്സം ചെയ്യുന്നവനാണ് എന്ന് മാത്രമല്ല കഷ്ടതമഃ ദോഷ, അനിയന്ത്രിതമായ കാമം കഷ്ടതമഃ ദോഷ, കഷ്ടതമമായ ദോഷമാണ്, കഷ്ടതമമായ ദോഷത്തെയാണ് ഉണ്ടാക്കുന്നത് എന്നല്ല, സർവാനർത്ഥപ്രാപ്തി ഹേതുവാണ്, സർവ അനർത്ഥത്തിൻ്റെയും പ്രാപ്തിക്ക് കാരണമാണ്. തടസ്സപ്പെടുമ്പോൾ ക്രോധമായി പരിണമിക്കും. ക്രോധം സമൂഹത്തിനും സ്മൃതിഭ്രംശത്തിനും ബുദ്ധിനാശത്തിനും തദ്വാര സർവനാശത്തിനും കാരണമാകും. നമ്മൾ പഠിച്ച ഭാഗമാണിതൊക്കെ. മനുഷ്യനാകെക്കൂടെ മഹത്വമുള്ളത് അവൻ്റെ വിശേഷ ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധിനാശം കൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് പ്രണശ്യതി, സമ്പൂർണമായി അവൻ നശിക്കുകയാണ്. അതുകൊണ്ട് അനിയന്ത്രിതമായ കാമം അഥവാ ധർമ്മവിരുദ്ധമായ കാമം, അല്ലെങ്കിൽ നമ്മളെ കീഴ്പ്പെടുത്തും വിധമുള്ള കാമം സർവാനർത്ഥപ്രാപ്തികരമാണ്. അതാണ് കഷ്ടതമോ ദോഷ സർവാനർത്ഥപ്രാപ്തി ഹേതു. ദുർനിവാര്യ, ദുർനിവാര്യനാണ്, നിവാരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ്. സാധിക്കില്ല എന്നല്ല, നിവാരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളവനാണ്. അതുകൊണ്ട് എന്ത് വേണം? ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ തത്പരിഹാരേ യത്നാധിക്യം കർത്തവ്യമിത്യാഹ ഭഗവാൻ. അതുകൊണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടി പ്രയത്നാധിക്യം ചെയ്യണം. വളരെ എളുപ്പമുള്ള പരിപാടിയാണെന്ന് വിചാരിച്ച് ഒന്നിനിറങ്ങി പുറപ്പെട്ടാൽ പരാജയപ്പെടും. അതുകൊണ്ടാണ് ദുർനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. അപ്പം എന്ത് വേണം? യത്നാധിക്യം ചെയ്യണം. എളുപ്പമുള്ളൊരു ഒരു കാര്യമാണെങ്കിൽ യത്നാധിക്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ലളിതമായിട്ട് ചെയ്തു പോകാം. ഇതല്ല, ഇത് യത്നാധിക്യം ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. ഇങ്ങനെയാണ് അടുത്ത ശ്ലോകത്തെ ബന്ധപ്പെടുത്തുന്നത്. എന്താ അടുത്ത ശ്ലോകം നോക്കൂ. ശക്നോതി ഹൈവയസോഢും പ്രാക്ഷരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സസുഖീ നരഃ. ശക്നോതി ഹൈവയഃ സോഢും പ്രാക്ഷരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സസുഖീ നരഃ. യഹ പ്രാക്ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സോഢും ശക്നോതി. എവിടെ? ഇഹ, ഇവിടെ. സഹ യുക്തഃ, സഹ സുഖീ. ഇപ്പം പറയാണ് ഇഹ, ഇവിടെ. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ. വേറെ ഏതെങ്കിലും ലോകാന്തരത്തിലുള്ള അനുഭവ വിശേഷങ്ങളെയോ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെയോ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. സ്വർഗം, നരകം, ലോകാന്തരങ്ങൾ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അവിടെ പോയിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? നമ്മെ സംബന്ധിച്ച് ഇവിടെ ഈ ലോകത്തിൽ പ്രായോഗികമായി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കണം പറയേണ്ടുന്നത്.
അതുകൊണ്ട് ഇഹ മനുഷ്യലോകേ, ഈ മനുഷ്യലോകത്തിൽ യഹ യാതൊരാൾ ശക്നോതി സാധിക്കുന്നുവോ, ഇപ്പൊ യാതൊരാൾക്ക് സാധിക്കുന്നുവോ എന്തിന്? കാമക്രോധോദ്ഭവം വേഗം സോഢും, കാമക്രോധോദ്ഭവമായ വേഗത്തെ സഹിക്കുന്നതിനാർക്ക് സാധിക്കുന്നുവോ? സോഢും സഹിക്കുന്നതിന്. അപ്പൊ കാമത്തെ ക്രോധത്തെ എന്നല്ല പറഞ്ഞത്, കാമക്രോധോദ്ഭവമായ വേഗത്തെ എന്നാണ്. ആര് സഹിക്കുന്നുവോ, ആർക്ക് സഹിക്കാൻ സാധിക്കുന്നുവോ, എപ്പോ? പ്രാക്ശരീര വിമോക്ഷണാത്, ശരീരവിമോചനത്തിന് മുമ്പ്. ഞാൻ മരിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞതൊരർത്ഥമില്ല. നിനക്ക് ജീവിതത്തിൽ ഒരു നിയന്ത്രണമൊക്കെ വേണ്ടേ? എന്തെങ്കിലും ചില നിയന്ത്രണങ്ങളൊക്കെ ജീവിതത്തിൽ ആവശ്യമല്ലേ? ഒക്കെ ആവശ്യമാണ്, മരിച്ചിട്ടാവാം. അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ലാത്ത സമയത്താവാം. അങ്ങനെ ഉണ്ടല്ലോ. എന്തായാലും കിടപ്പിലായി, ഒന്നിനും വയ്യ. അങ്ങനെയല്ല. ഇപ്പോ ആരോഗ്യമുള്ളപ്പോ പ്രാക്ശരീര വിമോക്ഷണാത്. പ്രാക്ശരീര വിമോക്ഷണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മരണത്തിന് മുമ്പ് എന്നാണ്. ശരീരവിമോക്ഷണം സംഭവിക്കുന്നതിന് മുമ്പ്. ശരീരത്തെ എല്ലാവർക്കും മോചിപ്പിച്ചേ മതിയാവും. ശരീരത്തെ എല്ലാ കാലവും ശരീരത്തിൽ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. ആർക്കായാലും ശരീരത്തെ ഉപേക്ഷിക്കണം. എന്നറിയില്ല എന്നുള്ളതാണ് നമുക്കൊരു ഗുണമുള്ളത്. എന്നാന്നറിയില്ല. അപ്പൊ അതിനു മുമ്പായിട്ട് പ്രാക്ശരീര വിമോക്ഷണാത് യഹാശക്നോതി, ആർക്ക് സാധിക്കുന്നുവോ എന്തിന്? കാമക്രോധോദ്ഭവം വേഗം സോടും, കാമക്രോധോദ്ഭവമായ വേഗത്തെ സഹിക്കുന്നതിന്. അതായത് കാമത്തെ ജയിച്ചിട്ടില്ല, ക്രോധത്തെ ജയിച്ചിട്ടില്ല. കാമത്തെയും ക്രോധത്തെയും ജയിച്ച അവസ്ഥയിലുള്ള ആളെ കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് അവയാൽ ബാധിക്കപ്പെടുന്ന ആളാണ്. അപ്പൊ അത് വേണം ഇത് വേണമെന്ന് വിവിധ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ, അതിന് പരിധിയോ പരിമിതിയോ ഇല്ല. പലതിലാണ്. എന്തെങ്കിലും ഒന്ന് കണ്ടു കേട്ടു തിരക്കേടില്ലാന്ന് തോന്നി അത് വേണം, അപ്പോഴത്തേക്ക് വേറൊന്ന് കണ്ടു കേട്ടു അത് വേണം. ഇങ്ങനെ പലതിൽ ഈ ലോകത്തിലെ നാനാവിധങ്ങളായ വിഷയങ്ങൾ. അല്ലാതെ കാമെന്ന് പറയുമ്പോൾ കേവലം സ്ത്രീ പുരുഷാദി വിഷയത്തിൽ മാത്രം നമ്മളെ മനസ്സൊതുങ്ങിപ്പോകരുത്. അതും അതിൽ വരും. കാരണം പലപ്പോഴും കാമം എന്ന് നമ്മൾ പറയുന്ന മാത്രയിൽ ഉടനെ സ്ത്രീ പുരുഷാദി ഭേദവ്യവഹാരമാണ് നമ്മളെ മനസ്സിൽ വരിക. ആ കാമമല്ല, ഏത് വിഷയത്തിലായാലും. അപ്പം ഇത് എനിക്ക് സുഖത്തെ നൽകും എന്നുള്ള സങ്കല്പത്തോടു കൂടി നമ്മൾ എന്തിനെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ കാമം എന്നുള്ളതിൽ വരും. അപ്പോൾ സുഖപ്രാപ്തിക്ക് ഹേതുവാകും എന്ന സങ്കല്പത്തോടു കൂടി നമ്മൾ എന്തിനെയൊക്കെ ആഗ്രഹിക്കുന്നു? എണ്ണമറ്റതിനെ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പറയാൻ വയ്യ ഇന്നതൊന്നും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ കാമം എന്നുള്ളതിൽ വരും. കാമം എങ്ങനെയെങ്കിലും തടുക്കപ്പെട്ടു, ആരെങ്കിലും തടസ്സം നിന്നു, അത് ക്രോധമായിട്ട് മാറും. അയാളോടുള്ള ക്രോധം. കാമിച്ച വസ്തു കിട്ടിക്കഴിഞ്ഞാലോ സന്തോഷം. താൻ എന്ത് വസ്തു കാമിച്ചു അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അടുത്തതോ അത് സൂക്ഷിച്ചു വെക്കാനുള്ള വ്യാകുലത. ആരെങ്കിലും എടുത്തു കൊണ്ടുപോയി, ഇപ്പോഴോ ദുഃഖം. ക്രോധമല്ല, ക്രോധമുണ്ട് ദുഃഖമുണ്ട് സമ്മിശ്രമായിട്ടാണ്. താനേ നശിച്ചു, അപ്പോഴും ദുഃഖം.
അപ്പോൾ സുഖം, ദുഃഖം, ക്രോധം, ഈ മൂന്നിൻ്റെയും സമ്മിശ്ര ഭാവമാണ് കാമത്തിൻ്റെ ഫലം. ഇവ മാറി മാറി വരാം. അതുപോലെ തന്നെ ക്രോധം. അപ്പൊ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും വേഗം, നമ്മളിത് വേഗം ഉണ്ടാവും. ഒരാളുടെ ഉള്ളിൽ കാമചിന്ത വന്നാൽ അഥവാ ക്രോധം വന്നാൽ അതിൻ്റെ വേഗം ഉടനെ അയാളുടെ ശരീരത്തിലുണ്ടാവും, മനസ്സിലുണ്ടാവും, അയാളുടെ മുഖത്ത് കാണും, അയാളുടെ എല്ലാ വ്യവഹാരങ്ങളിലും സംഭാഷണത്തിലൊക്കെ അത് കാണും. വേഗം, വേഗം എന്നുള്ള ശബ്ദം നമ്മൾ സംസ്കൃത ഭാഷയിൽ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. വേഗം, ഒന്നിനുള്ള ആ ഒരു തള്ളിച്ച. തുമ്മാൻ വരുമ്പോൾ അതിനൊരു വേഗം ഉണ്ടാവുന്നുണ്ട്, ഇല്ലേ? ചുമയ്ക്കാൻ വരുമ്പോൾ ഒരു വേഗം, മൂത്രമൊഴിക്കാൻ വരുമ്പോൾ വേഗം, മലവിസർജനത്തിന് വേഗം, എല്ലാത്തിനും വേഗമുണ്ട്. ഇത് കാമം ഹേതുവായിട്ടുള്ള വേഗം, ക്രോധം ഹേതുവായിട്ടുള്ള വേഗം. ഈ വേഗത്തെ പ്രാക്ശരീര വിമോക്ഷണാത്, ശരീരവിമോചനത്തിന് മുമ്പായി തന്നെ, മരണത്തിന് മുമ്പായി തന്നെ ആർക്ക് സഹിക്കാൻ കഴിയുമോ? വേണ്ട, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും പറച്ചിലല്ല. അതിനെ സഹിക്കുക എന്ന് പറയുമ്പോൾ അത് തൻ്റെ വ്യക്തിത്വത്തെ കീഴടക്കാതെ, നീ അവിടെ ഇരുന്നോ എന്ന രീതിയിൽ ആർക്ക് ശാന്തതയോടുകൂടി സഹിക്കാൻ കഴിയുമോ, അതിനാൽ ബാധിക്കപ്പെടാതിരിക്കാൻ കഴിയുമോ? അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കാമത്തെ, ക്രോധത്തെ ജയിച്ച അവസ്ഥയിലുള്ള ഒരു സ്ഥിതിയെക്കുറിച്ചല്ല പറയുന്നത്. കാമത്താലും ക്രോധത്താലും ബാധിക്കപ്പെടുന്ന അവസ്ഥയിലുള്ള സ്ഥിതിയാണ് ഇപ്പോൾ പറയണത്. കാരണം ഗീതയിൽ പല സന്ദർഭത്തിൽ പല തലങ്ങളിലുള്ള സാധകരെയാണ് പറയുന്നത്. അപ്പോൾ കാമമോ ക്രോധമോ ഉദിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ കാമം വന്നോ ക്രോധം വന്നു, അതിൻ്റെ വേഗത്താൽ ബാധിക്കപ്പെടാതിരിക്കുക എന്നുള്ളതേ സാധിക്കൂ. വ്യക്തമാണല്ലോ പറഞ്ഞത്. അതിൻ്റെ വേഗത്താൽ ബാധിക്കപ്പെടാതിരിക്കുക എന്നുള്ളതേ സാധിക്കൂ. അങ്ങനെ ആർക്ക് സാധിക്കുന്നുവോ അയാൾ യുക്തനായിത്തീരുന്നു, അയാൾ സുഖിയായിത്തീരുന്നു. ആ മനുഷ്യൻ യുക്തനും സുഖിയുമായി തീരുന്നു. യുക്തൻ സമാഹിതൻ, യുക്തൻ ചേർന്നവൻ, യുക്തൻ ശാന്തൻ, അനേക അർത്ഥങ്ങൾ പറയാം. സുഖിയായിത്തീരുന്നു, അവനാണ് സുഖം ഉണ്ടാവുന്നത്. അല്ലാണ്ട് തള്ളിച്ചയ്ക്കനുസരിച്ച് അതിനടിമയാവുന്നവനല്ല എന്നർത്ഥം. വളരെ ലളിതമായിട്ട് വിസ്തരിച്ച് ഭാഷ്യകാരൻ പറഞ്ഞു തരും. അപ്പൊ നോക്കൂ, ശക്നോതി ഉത്സഹതേ ഇഹ ഏവ ജീവൻ ഏവ യഹ സോഢും പ്രസഹിതും പ്രാക് പൂർവം ശരീരവിമോക്ഷണാത് ആമരണാത്. മരണസീമാകരണം ജീവതഃ അവശ്യം ഭാവി കാമക്രോധോദ്ഭവഃ വേഗഃ അനന്തനിമിത്തവാൻ ഹി സ ഇതി യാവത് മരണം താവത് ന വിശ്രംഭണീയഃ ഇത്യർത്ഥഃ. കാമഃ ഇന്ദ്രിയഗോചരപ്രാപ്തേ ഇഷ്ടേ വിഷയേ ശ്രൂയമാണേ സ്മര്യമാണേ വാ അനുഭൂതേ സുഖഹേതൗ യാ ഗർധിഃ തൃഷ്ണ സ കാമഃ. ക്രോധഃ ച ആത്മന പ്രതികൂലേഷു ദുഃഖഹേതുഷു ദൃശ്യമാനേഷു ശ്രൂയമാണേഷു സ്മര്യമാണേഷു വാ യോ ദ്വേഷഃ സ ക്രോധഃ. തൗ കാമക്രോധൗ ഉദ്ഭവൗ യസ്യ വേഗസ്യ സ കാമക്രോധോദ്ഭവഃ വേഗഃ രോമാഞ്ചന ഹൃഷ്ടനേത്രവദനാദിലിംഗഃ അന്തഃകരണ പ്രക്ഷോഭരൂപഃ കാമോദ്ഭവഃ വേഗഃ ഗാത്രപ്രകമ്പ പ്രസ്വേദ സന്തഷ്ടൗഷ്ടപുട രക്തനേത്രാദിലിംഗഃ ക്രോധോദ്ഭവോ വേഗഃ. തം കാമക്രോധോദ്ഭവം വേഗം യഹ ഉത്സഹതേ പ്രസഹതേ സോഢും പ്രസഹിതും സ യുക്തഃ യോഗി
സുഖീ ച ഇഹ ലോകേ നരഃ. നോക്കൂ, ശക്നോതി ഉത്സഹതേ ഇഹ ഏവ ജീവൻ ഏവ യഹ സോഢും പ്രസഹിതും പ്രാക് പൂർവം ശരീരവിമോക്ഷണാത് ആമരണാത് മരണസീമാകരണം ജീവതഃ അവശ്യം ഭാവീഹി കാമക്രോധോദ്ഭവഃ വേഗഃ അനന്തനിമിത്തവാൻ ഹി സഹ ഇതി. യാവത് മരണം താവത് ന വിശ്രംഭണീയഃ ഇത്യർത്ഥഃ. അപ്പോ ഇവിടെ ഇഹ, ഇവിടെ പറഞ്ഞ എന്താ അർത്ഥം? ഈ മനുഷ്യലോകത്തിൽ ജീവന്നേവ, ജീവിച്ചിരിക്കുന്നവനായിട്ട് തന്നെ, അല്ലാതെ മരിച്ചതിന് ശേഷമൊന്നുമല്ല, ജീവിച്ചിരിക്കുന്ന ഒരാൾ ഈ ലോകത്തിൽ. ഇഹ എന്നുള്ളതിന് മറ്റൊരർത്ഥം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് വിഷയങ്ങളുടെ മധ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ വിഷയങ്ങളിൽ നിന്ന് അകന്നിട്ട് ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. പറ്റുമോ? ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു തരത്തിൽപ്പെട്ട വിഷയത്തെ ഒഴിവാക്കി വേറൊരു സ്ഥലത്ത് ജീവിക്കാൻ പുറപ്പെട്ടാൽ അവിടുത്തെ വിഷയങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും ലോകത്തിൽ കഴിയുന്നവരാ. അല്ലാണ്ട് ലൗകികം ഉപേക്ഷിച്ചവരാരെങ്കിലും ഉണ്ടോ? ആരാളുള്ളത്? ആരുമില്ല. ഒരാൾ പറയുകയാണ്, ഞാൻ ലൗകികമൊക്കെ ഉപേക്ഷിച്ച് സന്യസിക്കാൻ വേണ്ടി വന്നതാ സ്വാമി. ഇവിടെ ലൗകികം ഉപേക്ഷിക്കുക എങ്ങനെയാ? അതെങ്ങനെ സാധിക്കും? ലോകത്തിലെ വായു ശ്വസിക്കുന്നു, ലോകത്തിലെ വെള്ളം കുടിക്കുന്നു, ലോകത്തിലെ ഭക്ഷണം കഴിക്കുന്നു, ലോകത്തിൽ താമസിക്കുന്നു, ലോകത്തിന്റെ ഭാഗമായി താമസിക്കുന്നവർ പറയുന്നു ലൗകികം ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന്. പൊട്ടത്തരാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അപ്പോ ലോകത്തെ ഉപേക്ഷിക്കാനോ ലോകത്തിൽ നിന്ന് വിട്ടുമാറാനോ നമുക്ക് കഴിയില്ല. ലോകത്തിൽ തന്നെ കഴിയാനേ സാധിക്കൂ. മറ്റത് വയ്യ. പണ്ടൊരിക്കൽ ഒരു വിവിധ മത മേലധികാരികളുടെ ഒരു സമ്മേളനം പോപ്പ് വിളിച്ചു ചേർത്തിരുന്നു. അതിന് ഭാരതത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഒരു പ്രത്യേക സന്യാസി വിഭാഗത്തിലെ സന്യാസിയുണ്ട്. നല്ലത് തന്നെ, അവരെ നമ്മൾ കുറ്റം പറയല്ല. ഒരു പ്രത്യേക വിഭാഗം, ഓരോരുത്തർക്ക് അവരവരെ ചിട്ടയുണ്ട്. ആ ചിട്ട പാലിക്കുകയും വേണം, തീർച്ചയായിട്ടും വേണം എന്നുള്ള അഭിപ്രായമാണ്. ഓരോരോ സമ്പ്രദായത്തിലും ഓരോരുത്തർക്കുള്ള ചിട്ട അവർ പാലിക്കട്ടെ, എന്നാൽ തന്നെ ഇതൊക്കെ നിലനിൽക്കുമോ? പക്ഷെ ഇവരുടെ ഈ സമ്പ്രദായത്തിൽ സ്ത്രീദേഹങ്ങളെ കാണാൻ പാടില്ല. അവരുടെ ചിട്ടയാണ്, നമ്മൾ കുറ്റം പറയാൻ പാടില്ല. എന്ത് മോശമാണെന്നൊന്നും പറയരുത്, അവരുടെ ചിട്ടയാണ്. സ്ത്രീദേഹങ്ങളെ കാണാൻ പാടില്ല. ഇതാണെന്ന് വെച്ചാൽ ഇവിടുന്ന് വത്തിക്കാനിൽ പോവുകയും വേണം, വിമാനത്തിലല്ലാതെ വയ്യ. അപ്പം ആ വിമാനത്തിൽ എന്തുണ്ടാവും? എയർ ഹോസ്റ്റസ് ഉണ്ടാവും. കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പ്രത്യേകമായിട്ട് ഇത് ഗവൺമെൻറ് തലത്തിലുള്ള, കാരണം പോപ്പ് ഭരണാധികാരി കൂടിയാണല്ലോ, അപ്പോൾ ഗവൺമെൻറ് തലത്തിലുള്ള എന്തെല്ലാമോ സംവിധാനങ്ങൾ ചെയ്തിട്ട്, സ്പെഷ്യൽ ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റ് അല്ല, അല്ലാതെ ഒരു സംവിധാനം എന്താ അവരുണ്ടാക്കിയിട്ട് സ്ത്രീകളെ കാണാത്ത വിധമാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഓർമ്മ ശരിയാണെങ്കിൽ, ഇല്ലെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് സാധിക്കില്ല. വിഷയമില്ലാത്ത ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ? വിഷയങ്ങളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത് എല്ലാവരും. അതുകൊണ്ടാണ് ഇഹ എന്ന് പറഞ്ഞത്. ഇവിടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന സകല വിഷയങ്ങളും ഉണ്ട്. ഈ വിഷയങ്ങളുടെ ലോകത്തിൽ ഇഹ ജീവന്നേവ, ജീവിച്ചിരിക്കവേ തന്നെ
ശക്നോതി ഉത്സഹതേ, സാധിക്കുന്നുവോ ഉത്സാഹിക്കുന്നുവോ, ആരാണോ അതിന് പരിശ്രമിക്കുന്നത്, വിജയിച്ചാലും കൊള്ള ഇല്ലെങ്കിലും കൊള്ള, പരിശ്രമിക്കുന്നത്. ഇവിടെ ശക്നോതി എന്ന് തന്നെയാണ് പറഞ്ഞത്. ഉത്സഹതയെന്ന് ഭഗവാൻ ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സാധിക്കുന്നത് എന്ന് തന്നെ പറയണം, ശക്നോതി. എന്തിന്? സോഢും പ്രസഹിതും, നല്ലപോലെ സഹിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. എപ്പോ? പ്രാക്, പൂർവം, മുമ്പ്. എന്തിൻ്റെ മുമ്പ്? മുമ്പ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും മുമ്പാവുമല്ലോ. പ്രാക് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും പ്രാക്കായിരിക്കും. എന്തിൻ്റെയാ? ശരീരവിമോക്ഷണാത്, മരണാത്, മരണത്തിന് മുമ്പ്, മരിക്കണേന് മുമ്പ്. ഇതാർക്ക് സാധിക്കുന്നു? എന്തിനാ ഇവിടെ മരിക്കണേനെന്ന് പറഞ്ഞത്? ആരോഗ്യമുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ യുവത്വം ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇല്ലേ? ഒരാൾക്ക് എണീറ്റ് കിടക്കാനേ വയ്യാന്ന് വിചാരിച്ചോളൂ, കിടന്ന കിടപ്പില്ല എന്ന് വിചാരിച്ചോളൂ. അയാൾക്ക് എന്ത് ക്രോധം ഉണ്ടായിട്ടും എന്ത് കാര്യമാണ് നമ്മൾ ചിന്തിക്കും. പക്ഷെ ക്രോധം അയാൾക്ക് മനസ്സിലുണ്ടാവാം. അയാൾക്ക് കാമം ഉണ്ടായിട്ട് എന്ത് കാര്യം നമ്മൾ ചിന്തിക്കും. അയാൾക്ക് മനസ്സിൽ കാമം ഉണ്ടാവാം. അതുകൊണ്ടാണ് വാർദ്ധക്യമെന്നോ അല്ലെങ്കിൽ ശരീരാരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്നോ ഒന്നും പറയാതെ മരണം വരെ എന്ന് പറഞ്ഞത്. ഏത് ഘട്ടത്തിലും ഇവയാൽ ബാധിക്കപ്പെടാം, ഏത് ഘട്ടത്തിലും ബാധിക്കപ്പെടാം. ഒരു വിഷയത്തിലുള്ള കാമം ഒഴിവാക്കിച്ച ആ കാമം വേറൊരു വിഷയത്തിലേക്കാവാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സ്ത്രീ പുരുഷൻ എന്നുള്ളത് മാത്രം മനസ്സിൽ വെക്കരുത്. അതുകൊണ്ട് മരണസീമാകരണം. എന്തിനു മരണസീമ? സീമ പരിധി, അതിര്. സീമ എന്ന് പറഞ്ഞാൽ അതിര്, പരിധി. അപ്പോൾ മരണം എന്നുള്ള സീമയെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ജീവതഃ, ജീവിച്ചിരിക്കുന്ന ആൾക്ക് അവശ്യം ഭാവി, നിശ്ചയമായും സംഭവിക്കാം, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ സംഭവിക്കാം. അവശ്യം ഭാവിയാണ്. ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഒരാൾ പറയണം എനിക്ക് കാമൊന്നും ഇല്ല കേട്ടോ, എനിക്ക് കാമൊന്നും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. ചിലപ്പോൾ അയാൾ പോലും അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കള്ളം പറയുമായിരിക്കും. രണ്ടാണ് അവിടെ നിഗമനം. ഒന്നുകിൽ അയാൾ കള്ളം പറയുന്നു, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ അറിയുന്നില്ല. അത്രയേ ഉള്ളൂ. ഒരാൾ പറയണം എനിക്ക് ക്രോധമില്ല, എനിക്ക് ഒട്ടും ക്രോധം ഉണ്ടാവില്ല. 2 മിനിറ്റ് പരിശ്രമിച്ചാൽ മതി അയാളിന് ക്രോധം ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ? മതി. 4 തെറി വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അയാളുടെ ക്രോധം ഇല്ല എന്ന് പറഞ്ഞ അയാളുടെ സ്വഭാവമൊക്കെ പതുക്കെ മാറി തുടങ്ങും. പിന്നെ അയാൾക്ക് പുറമെ ഞാൻ ക്രോധമില്ല എന്ന് പറഞ്ഞു പോയല്ലോ, അതുകൊണ്ട് പുറമെ കാണിക്കരുതല്ലോ എന്ന് വിചാരിച്ച് പാവം വേഗം ഉള്ളിൽ തടുക്കും. അപ്പോൾ വലിയ പ്രശ്നമായി മാറും. നേരെ മറിച്ച് പൊട്ടിത്തെറിച്ച് 2 തെറി പറഞ്ഞാൽ കുഴപ്പമില്ല, വേഗം പുറത്തേക്ക് വന്നാൽ കുഴപ്പമില്ല, വേഗം അടക്കി വെച്ചാൽ വലിയ കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് മരണം വരെ എന്നുള്ള സീമയാണ് കാമക്രോധോദ്ഭവമായ വേഗത്തിന് ഇവിടെ ഭഗവാൻ പറയുന്നത്. മരണം വരെ ഇത് വരാം. മരിച്ചാൽ വന്നൂടെ എന്ന് ചോദ്യം. മരിച്ചാൽ സ്ഥൂല ശരീരം ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട. സൂക്ഷ്മ ശരീരം മാത്രമുള്ള ഒരാൾക്ക് കാമവും ക്രോധവും വന്നൂടെ എന്ന് ചോദ്യമുണ്ട്. മറുപടി അതിനെപ്പറ്റി നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. കാരണം അയാൾക്ക് സ്ഥൂല ശരീരം വീണ്ടും ഇട്ടിട്ടേ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റൂ, വേഗമായി തീരുള്ളൂ. സൂക്ഷ്മ ശരീരം മാത്രമുള്ള ഒരാൾക്ക് കാമം ക്രോധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാമം ഉണ്ടാവും, ക്രോധം ഉണ്ടാവും, പക്ഷെ വേഗം ഉണ്ടാവില്ല. വേഗം ഉണ്ടാവണമെങ്കിൽ സ്ഥൂല ശരീരം വേണം. ഉറപ്പാ. ഇതാണ് വ്യത്യാസം. മനസ്സിലായില്ല? വേഗം എന്ന് പറയാൻ പോകുന്നുണ്ട്, പറയാൻ പോകുന്നുണ്ട്. ആചാര്യൻ പറയുന്നുണ്ട് അവിടെ വേഗം എന്താന്ന്. അത് നമുക്ക് അപ്പം പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് മരണം വരെ അവശ്യം ഭാവിയാണ് കാമം ക്രോധം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കാൻ. അല്ലാണ്ട് എനിക്കിതൊന്നും ഉണ്ടാവില്ല, എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഞാൻ വലിയ സാധകനാണെന്നൊക്കെ പറഞ്ഞ് ജീവിച്ചാൽ
ഈ വേഗം നമ്മളെ വന്ന് ഒഴുക്കി കൊണ്ടുപോകും. അത് മരണസീമാകരണമാണ് ആ പ്രാക് ശരീര വിമോക്ഷണാത്. അപ്പോൾ അവശ്യം ഭാവി കാമക്രോധോദ്ഭവ വേഗ അനന്തനിമിത്തവാൻ. ഒരു നിമിത്തോ രണ്ട് നിമിത്തോ അല്ല വരിക, അനന്തനിമിത്തവാനാണ്. എന്ത് ഹേതുവായിട്ടാണ് ക്രോധം വരിക എന്ന് പറയാൻ വയ്യ, എന്ത് നിമിത്തമായിട്ടാണ് കാമം വരിക എന്ന് പറയാൻ വയ്യ. ചിന്തിക്കുക. അത് പ്രതിവ്യക്തി ഭിന്നമായിട്ട് വരും, ദേശത്തിനനുസരിച്ച് ഭിന്നമായിട്ട് വരും, കാലത്തിനനുസരിച്ച് ഭിന്നമായിട്ട് വരും. ഒട്ടനവധി സാഹചര്യങ്ങളുടെ അപേക്ഷയിലാണ് ഈ കാമക്രോധങ്ങൾ. അതുകൊണ്ടാണ് അനന്തനിമിത്തവാനാണ്, അനന്തമായ നിമിത്തങ്ങളുണ്ട്. കാമം, ഒരു തരത്തിൽപ്പെട്ട കാമം ഒഴിവാക്കാൻ ഒരു ജീവിത സാഹചര്യം സ്വീകരിച്ചാൽ ക്രമേണ അതിനോട് കാമം വരാം. പക്ഷെ ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ നമ്മളെ മനസ്സിൽ കാമം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷാദി ഭേദത്തിലുള്ള മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഈ പറഞ്ഞതിന് അർത്ഥം കിട്ടില്ല. അതുകൊണ്ട് അനന്തനിമിത്തവാനാണ്, അനന്തനിമിത്തവാൻ. യാവത് മരണം താവതിന വിശ്രംഭണീയ. അതുകൊണ്ട് മരിക്കണവരെ വിശ്വസിക്കരുത്. മരിക്കണത് വരെ എനിക്ക് കാമവേഗം പോയി ക്രോധവേഗം പോയി എന്ന് വിശ്വസിക്കരുത്. എപ്പോൾ വേണമെങ്കിൽ പൊങ്ങി വരാം. അനുകൂലമായ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ പൊങ്ങി വരാം. അപ്പം എന്താണ് കാമവേഗം ക്രോധവേഗം എന്ന് പഠിക്കണം. അപ്പോൾ വേഗം പഠിക്കണമെങ്കിൽ ആദ്യം എന്താണ് കാമം, എന്താണ് ക്രോധം എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പം ആദ്യം കാമത്തെ പറയുന്നു, പിന്നെ ക്രോധത്തെ പറയുന്നു, പിന്നെയാണ് അതിൻ്റെ വേഗം പറയുന്നത്. അപ്പൊ കാമം എന്താണ്? കാമഃ ഇന്ദ്രിയ ഗോചര പ്രാപ്തേ ഇഷ്ടേ വിഷയേ ശ്രൂയമാണേ സ്മര്യമാണേ വാ അനുഭൂതേ സുഖഹേതൗ യാ ഗർധിഃ തൃഷ്ണ സഹ കാമഃ. ക്രോധഃ ച ആത്മനഃ പ്രതികൂലേഷു ദുഃഖഹേതുഷു ദൃശ്യമാനേഷു ശ്രൂയമാണേഷു സ്മര്യമാണേഷു വാ യോ ദ്വേഷഃ സഹ ക്രോധഃ. അപ്പൊ കാമം ക്രോധം എന്താന്ന് ആദ്യം പറയുന്നു. കാമം ഇന്ദ്രിയ ഗോചര പ്രാപ്തേ ഇഷ്ടേ വിഷയേ. ഇന്ദ്രിയ ഗോചര പ്രാപ്തമായ ഇഷ്ടവിഷയത്തിൽ. ഇന്ദ്രിയ ഗോചര പ്രാപ്തം എന്ന് പറഞ്ഞാൽ കാണുന്ന, കേൾക്കുന്ന, രുചിക്കുന്ന, മണക്കുന്ന, സ്പർശിക്കുന്ന, അഞ്ചും ആവാം. അല്ലാണ്ട് കാണുക എന്ന് അർത്ഥം എടുക്കരുത്, കേൾക്കുക എന്ന് അർത്ഥം എടുക്കരുത്, ഇതൊക്കെ ആവാം. ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ ഇന്ദ്രിയ ഗോചര പ്രാപ്തമായി. ഒന്ന്. രണ്ട്, ആ വിഷയം ഇഷ്ടവിഷയമാണ്. ഇന്ദ്രിയ ഗോചര പ്രാപ്തമായ ഇഷ്ടം ഒരു വിഷയം ഇഷ്ടവുമാകാം അനിഷ്ടവുമാകാം, രണ്ടും ഇല്ലാത്തതും ആവാം. ഇഷ്ടമില്ല അനിഷ്ടമില്ല, അങ്ങനെ വന്നൂടെ? അങ്ങനെ വരാം. അപ്പൊ അതിൽ നിന്നൊരു പ്രയോജന ബുദ്ധി ഉണ്ടാവുമ്പോൾ അത് ഇഷ്ടാവും. അത് വിപരീതമാണെന്ന ബോധത്തിൽ അനിഷ്ടമാണ്. ഇതെനിക്ക് അനുകൂലമാണ് എന്നറിഞ്ഞാൽ ഇഷ്ടം, പ്രതികൂലമാണെന്നറിഞ്ഞാൽ അനിഷ്ടം. അത്രേ പറയാൻ പറ്റൂ. ഒരു നിമിഷം മുമ്പ് ഇഷ്ടമായത് ഇപ്പം അനിഷ്ടാവാം പ്രതികൂലമാകുമ്പോൾ. ഒരു നിമിഷം മുമ്പ്. അതെ, ഒരു നിമിഷം മുമ്പ് അനുകൂലമായിരുന്നു, മറ്റൊരു സാഹചര്യം മാറി ഒട്ടനെ അത് പ്രതികൂലമാവും.
പല ഘടകങ്ങളുടെ അപേക്ഷയിലാണ്, ഒട്ടനവധി ഘടകങ്ങളുടെ അപേക്ഷയിലാണ്. അപ്പോ ഇന്ദ്രിയ ഗോചര പ്രാപ്തി ഇഷ്ടവിഷയെ, ഇഷ്ടവിഷയം ഇന്ദ്രിയ ഗോചര പ്രാപ്തമായാൽ, ചാൽ കണ്ടാൽ, കേട്ടാൽ, രുചിച്ചാൽ, മണത്താൽ, സ്പർശിച്ചാൽ, അഥവാ ശ്രൂയമാണ്, അതിനെക്കുറിച്ച് വേറെ ആൾക്കാർ പറഞ്ഞു കേൾക്കുക. അങ്ങനെ ഉണ്ടല്ലോ, നേരിട്ട് അതിനെ കേൾക്കുന്നില്ല, എന്നാൽ അതിനെക്കുറിച്ച് വേറെ ആൾ പറഞ്ഞു കേൾക്കുക, അപ്പോഴൊരു തർക്കമില്ല. അങ്ങനെയുണ്ട്. ശ്രൂയമാണ്, സ്മര്യമാണ്, പണ്ടനുഭവിച്ചത് ഇപ്പോൾ ഓർമ്മിക്കുക. പണ്ടനുഭവിച്ചത് രണ്ട് തരത്തിലാവാം. ഒന്ന്, നേരിട്ട് താൻ അനുഭവിച്ചതാണ്. രണ്ട്, അതിനെ സംബന്ധിച്ച് സങ്കല്പിച്ചിട്ട് ഉള്ള വിഷയം സ്മരിക്കുകയാണ്. അതങ്ങനെയാവാം. ഇവിടെ വളരെ സങ്കീർണമാണ്, ശ്രദ്ധിക്കുക. അങ്ങനെ സ്മരിക്കപ്പെടുമ്പോഴും സ്മരിക്കപ്പെടുന്നത് എപ്പോഴും അനുഭൂതമായ വിഷയമായിരിക്കും. ഈ അനുഭൂതി രണ്ട് തരത്തിൽ വരാം. ഒന്ന്, യഥാർത്ഥമായി അനുഭവിച്ചത്. രണ്ട്, സങ്കല്പിച്ചിട്ടുണ്ടാക്കി അനുഭവിച്ചത്. അതിനെ സ്മരിച്ചാലും ഉണ്ടാവും. സ്മര്യമാണ് വാ അനുഭൂതേ സുഖഹേതൗ യാഗർദ്ധി, സുഖഹേതുവിനായിക്കൊണ്ട് യാതൊരു തൃഷ്ണയുണ്ടോ. ഗർദ്ധി എന്ന് പറഞ്ഞാൽ തൃഷ്ണ. തൃഷ്ണ സകാമഹ, ആഭിമുഖ്യം, അതാണ് കാമം. അപ്പൊ കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷ്യകാരൻ നിർവചിക്കുകയാണ്, ഏതെങ്കിലും ഇഷ്ടവിഷയം ഇന്ദ്രിയ ഗോചര പ്രാപ്തമായാലോ, അതിനെക്കുറിച്ചുള്ളത് കേട്ടാലോ, അത് കേൾക്കല്ല, അതിനെക്കുറിച്ചുള്ളത് കേട്ടാലോ, മുമ്പ് അനുഭവിച്ചത് ഓർമ്മിക്കപ്പെട്ടാലോ, വീണ്ടും അതിനെ പ്രാപിക്കാൻ വേണ്ടി യാതൊരു തൃഷ്ണയുണ്ടോ, അതിന് പറയുന്ന പേരാണ് കാമം. ഒരു 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 പാട്ട് ഓർമ്മിക്കുന്നു, അപ്പോൾ അത് കേൾക്കാനുള്ള ആഗ്രഹമായി. അല്ലെങ്കിൽ ആ പാട്ട് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് വേറൊരാൾ പറഞ്ഞു കേട്ടാലും മതി, അപ്പോൾ അവിടെ പോയിട്ട് അത് കേൾക്കാനുള്ള താല്പര്യമായി. അല്ലെങ്കിൽ നേരിട്ട് അസ്പഷ്ടമായിട്ട് താൻ കേൾക്കുന്നു, അപ്പോൾ അവിടെ പോയിട്ട് കേൾക്കാനുള്ള ആഗ്രഹവും. ഇതുപോലെ എല്ലാം മനസ്സിലായിക്കോളും. ഇതാണ് കാമം. ഇതിനപ്പുറത്തേക്ക് ഇനി കൂട്ടിച്ചേർക്കാനില്ല കാമം എന്നുള്ള നിർവചനത്തിൽ. അതാണ് ഭഗവാൻ ഭാഷ്യകാരൻ്റെ ഒരു ശൈലി. അതെന്താ കൂട്ടിച്ചേർക്കാനുള്ളത്? ഓനത്തൊന്ന് കൂട്ടിക്കോളൂ. എന്തെങ്കിലും കൂട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലുണ്ടാവും. അതാണ് കാമഹ ഇന്ദ്രിയ ഗോചര പ്രാപ്തേ ഇഷ്ടേ വിഷയേ ശ്രൂയമാണേ സ്മര്യമാണേ വാ അനുഭൂതേ സുഖഹേതൗ യാഗർദ്ധി തൃഷ്ണ സഹ കാമഹ. ഇനി ക്രോധം പറയുകയാണ്. ക്രോധം എന്ന് പറഞ്ഞാൽ ക്രോധാച്ച ആത്മന പ്രതികൂലേഷു ദുഃഖഹേതുഷു, തനിക്ക് പ്രതികൂലങ്ങളായവയിൽ. എന്താ പ്രതികൂലം? ദുഃഖത്തിന് കാരണമാകുന്നതാണ് പ്രതികൂലം, ആണല്ലോ. സുഖം ദുഃഖം രണ്ടേ ഉള്ളൂ. അപ്പൊ ദുഃഖത്തിന് കാരണമാകുന്നതാണ് പ്രതികൂലം. അങ്ങനെ പ്രതികൂലമായിരിക്കുന്ന വിഷയത്തില് ദൃശ്യമാനേഷു, കാണപ്പെടുമ്പോൾ, കാണപ്പെടുക എന്ന് പറഞ്ഞാൽ കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, എല്ലാം. ദൃശ്യമാനേഷു ശ്രൂയമാനേഷു, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ. ഇപ്പം വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഒരു പ്രതിയോഗിയെക്കുറിച്ച് പറയാൻ, അവനുണ്ട് അവിടെ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ദേഷ്യമായി, ക്രോധായി, എന്നാ ഒന്ന് പോയി കാണണമല്ലോ എന്നുള്ള. അപ്പം ശ്രൂയമാണേഷു സ്മര്യമാണേഷു, അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുമ്പോഴോ യോ ദ്വേഷ, അതിനെ അകറ്റാനുള്ള യാതൊരു ഭാവമുണ്ടോ, അതിന് പറയുന്ന പേരാണ് ക്രോധം. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞത് ഇതിൽ വന്നില്ലല്ലോ, നേരത്തെ പറഞ്ഞത് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും തടയപ്പെടുമ്പോഴെന്നാണ്.
കാമിക്കുന്നത് തടയപ്പെടുമ്പോൾ ക്രോധാവുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. അതിവിടെ വന്നില്ലല്ലോ. വന്നു. എവിടെ വന്നു? ഇഷ്ടപ്പെട്ടത് തടയപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രതികൂലല്ലേ? മതിയല്ലോ, മതി. അപ്പൊ ഇഷ്ടപ്പെടുന്നത് തടയപ്പെടുമ്പോൾ മാത്രമല്ല ക്രോധം വരിക, അല്ലാണ്ടും വരും ക്രോധം. പ്രതികൂലമാണെന്ന് അറിയുന്ന ഒന്ന് വന്നു ചേർന്നാലും ക്രോധം തന്നെയാണ്. അനുകൂലമായത് തടസ്സപ്പെടുമ്പോഴും ക്രോധം തന്നെയാണ്. അത് മനസ്സിലാക്കണം. രണ്ടും ഒരേപോലെ വേഗത്തെ ഉണ്ടാക്കും. കാമോ അതെ, ക്രോധവും അതെ. തൗ കാമക്രോധൗ ഉദ്ഭവോ യസ്യ വേഗസ്യ സ കാമക്രോധോദ്ഭവഃ വേഗഃ. തൗ കാമക്രോധൗ ഉദ്ഭവൗ യസ്യ വേഗസ്യ സഹ കാമക്രോധോദ്ഭവഃ വേഗഃ. രോമാഞ്ചനഹൃഷ്ടനേത്രവദനാദിലിംഗഃ അന്തഃകരണ പ്രക്ഷോഭരൂപഃ കാമോദ്ഭവഃ വേഗഃ. ഗാത്രപ്രകമ്പ പ്രസ്വേദ സന്തഷ്ടൗഷ്ഠപുടരക്തനേത്രാദിലിംഗഃ അത് മുറിക്കാൻ വയ്യ, നമ്മൾ എന്ത് ചെയ്യാനാ? മുറിക്കാൻ പറ്റില്ല. ഗാത്രപ്രകമ്പ പ്രസ്വേദ സന്തഷ്ടൗഷ്ഠപുടരക്തനേത്രാദിലിംഗഃ. ഓ, അങ്ങനെ തന്നെ. ക്രോധോദ്ഭവഃ വേഗഃ. തം കാമക്രോധോദ്ഭവം വേഗം യഹ ഉത്സഹതേ പ്രസഹതേ സോഢും പ്രസഹിതും സയുക്തഃ യോഗി സുഖീ ച ഇഹലോകേ നരഃ. അപ്പൊ ഇവ രണ്ടുമാണ് കാമക്രോധങ്ങൾ. കാമവും പറഞ്ഞു, ക്രോധവും പറഞ്ഞു. ഇവ രണ്ടുമാണ് കാമക്രോധങ്ങൾ. ഈ കാമക്രോധങ്ങൾ ഏത് വേഗത്തെ ഉദ്ഭവിപ്പിക്കുന്നുവോ അതാണ് കാമക്രോധോദ്ഭവമായ വേഗം. വേഗം പല കാരണങ്ങളെ കൊണ്ടുണ്ടാവും. കാമക്രോധങ്ങളെ കൊണ്ട് മാത്രമല്ല വേഗം ഉണ്ടാവുക. മൂത്രമൊഴിക്കാൻ വേഗം, തുമ്മാൻ വേഗം, ചുമയ്ക്കാൻ വേഗം, കോട്ടുവായിടാൻ വേഗം, ഇതിനൊക്കെ വേഗമുണ്ട്. വേഗമാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ വേഗച്ച സ്പീഡ് നല്ല അർത്ഥം, അത് വേറെ. അങ്ങനെ കാമക്രോധോദ്ഭവമായിരിക്കുന്ന വേഗം ഭാഷ്യകാരൻ പറയാണ്, രോമാഞ്ചന ഹൃഷ്ടനേത്രവദനാദിലിംഗഃ. ദേഹത്ത് രോമാഞ്ചം ഉണ്ടാവുക, വളരെ സന്തോഷിക്കുന്ന ഭാവത്തോടു കൂടിയ കണ്ണിന് വലിയ മാറ്റം വരും കാമം വരുമ്പോൾ. അതുപോലെ മുഖത്തിന് വലിയ മാറ്റം വരും. അപ്പോൾ ഒരാളുടെ മുഖവും കണ്ണും കണ്ടാൽ കാമുണ്ടോ ഇല്ലയോ എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. കാമവേഗം, കണ്ണ്, മുഖം, അതുപോലെ ദേഹത്ത് രോമാഞ്ചം, ഇതുണ്ടാവും. ഇതാണ് അതിൻ്റെ ലിംഗം. ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യലക്ഷണം. ബാഹ്യലക്ഷണം ബാഹ്യലക്ഷണം എന്ന് പറയാൻ കാരണം എന്താ? ബാഹ്യലക്ഷണം മാത്രം, അത് അത്രയേ ഉള്ളൂ. അതിൻ്റെ ബാഹ്യലക്ഷണമാണിത്. ബാഹ്യലക്ഷണം ഇടാതെയും ചിലപ്പോൾ ഉണ്ടാവാം. ഈ ബാഹ്യലക്ഷണങ്ങളെ കൊണ്ട് അയാൾക്ക് കാമുണ്ടെന്ന് മനസ്സിലാക്കാം. രോമാഞ്ചം അല്ലാതെ ഉണ്ടാവും. കാമം ഇല്ലെങ്കിലും രോമാഞ്ചം ഉണ്ടാവും. ഞെട്ടിയാൽ രോമാഞ്ചം ഉണ്ടാവും, പേടിച്ചാൽ രോമാഞ്ചം ഉണ്ടാവും. പെട്ടെന്നുണ്ടാവുന്നൊരു വികാര തീക്ഷ്ണതയുടെ ഫലമായിട്ട് രോമാഞ്ചം ഉണ്ടാവും. അപ്പോൾ രോമാഞ്ചമുള്ളവർക്കൊക്കെ കാമുണ്ട് എന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോവും. ഒരാൾ പേടിച്ചിട്ട് രോമാഞ്ചം ഉണ്ടായി, ഓ അവന് കാമുണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞാൽ തെറ്റും. ഞെട്ടിപ്പോയാൽ രോമാഞ്ചം ഉണ്ടാവും, ഞെട്ടിയാൽ. അതുപോലെ കാമത്തിനും രോമാഞ്ചം ഉണ്ടാവും. കാമത്തിൻ്റെത് വിശേഷിച്ച് രോമാഞ്ചത്തേക്കാൾ കൂടുതൽ ഹൃഷ്ടനേത്രവദനാദിലിംഗ. ഹൃഷ്ടമായ നേത്രം, വദനം തുടങ്ങിയതാണ് അതിൻ്റെ ലിംഗം. അതാണ് അന്തഃകരണ പ്രക്ഷോഭരൂപ.
എന്താണ് കാമം ഉണ്ടാവുമ്പോൾ? അന്ധക്കരണത്തിന് പ്രക്ഷോഭമുണ്ടാവുന്നുണ്ട്, പ്രക്ഷുബ്ധമാവുന്നുണ്ട്, ഇളകി മറിയുന്നുണ്ട്, മനസ്സ് ഇളകി മറിയും. എനിക്ക് കാമമൊന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പം തന്നെ ആ മനസ്സ് ഇളകി മറിയുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന പ്രാണന്റെ ഭേദം മനസ്സിലാക്കാൻ പറ്റും. ആ പറച്ചിലിൽ തന്നെ പ്രാണന് ഭേദം ഉണ്ടാവും. പ്രക്ഷോഭരൂപ കാമോദ്ഭവ വേഗ. ഇതാണ് കാമോദ്ഭവമായ വേഗം. ഇനി ക്രോധോദ്ഭവമായ വേഗം പറയുന്നു. അത് ക്രോധത്തിനെ പോലെ തന്നെയാ വാക്കുകളും, ഇല്ലേ? വാക്കുകൾ ക്രോധത്തെ പോലെ തന്നെയാണ് ഉപയോഗിച്ചതാണ്. ഗാത്രപ്രകമ്പ പ്രസ്വേദ സന്തഷ്ടൗഷ്ഠപുട രക്തനേത്രാദിലിംഗ എന്ന് പറഞ്ഞത്. ആ വാക്കുകൾക്ക് തന്നെ ഒരു ക്രോധമുണ്ട്, ഇല്ലേ? ശബ്ദം പ്രയോഗിച്ചത് നോക്കൂ. ഗാത്രപ്രകമ്പ, ശരീരം വിറയ്ക്കുക. ഗാത്രപ്രകമ്പ. പ്രസ്വേദ, വിയർക്കുക. മുഴുവൻ വിയർത്തില്ലെങ്കിലും ചില ചില ഭാഗങ്ങളിൽ, ഈ മീശ, മൂക്കിൻ്റെ താഴത്ത്, മീശയുടെ അടുത്ത്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിയർക്കുക. അപ്പൊ ദേഹം വിറയ്ക്കുക, ചില ചില ഭാഗങ്ങളിൽ വിയർക്കുക. സന്തഷ്ടൗഷ്ഠപുട, ചുണ്ട് കടിക്കുക. വല്ലുകൊണ്ട് അറിയാണ്ട് ചുണ്ട് കടിച്ചു പോകും, അല്ലേ? സന്തഷ്ടൗഷ്ഠപുട, ഓഷ്ഠപുടങ്ങൾ. ഓഷ്ഠപുടങ്ങൾ ചുണ്ട് കടിക്കുക. രക്തനേത്രാദിലിംഗ, കണ്ണ് ചുമക്കും. രക്തം ഇരച്ച് കയറിയിട്ട്, തലയിലേക്ക് രക്തം ഇരച്ച് കയറിയിട്ട് കണ്ണ് ചുമക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ലിംഗം, ക്രോധവേഗത്തിൻ്റെ ലിംഗം. ഇതുപോലെ ആദി പറഞ്ഞിട്ടുണ്ട്. ആദി പറഞ്ഞുകൊണ്ട് ഇതുപോലെ പലർക്ക് പല ലിംഗം ഉണ്ടാവാം. ഒരാൾക്ക് ഒരു ലിംഗം ഉണ്ടാവും എന്ന് അർത്ഥമില്ല. ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യലക്ഷണം. അപ്പം ഇങ്ങനെയുള്ള ബാഹ്യലക്ഷണങ്ങൾ ക്രോധം എന്ന് മനസ്സിലായി. അയാൾക്ക് ക്രോധം പിടിച്ചിരിക്കുന്നു. എന്തായി സ്വാമി ക്രോധം ഉണ്ടോ? എനിക്ക് ക്രോധമൊന്നുമില്ല. ആര് പറഞ്ഞു? പറച്ചിൽ തന്നെ ഉണ്ടാവും. അതാണ് ഗാത്രപ്രകമ്പ പ്രസ്വേദ സന്തഷ്ടൗഷ്ഠപുട രക്തനേത്രാദിലിംഗ. ഇതാണല്ലോ ഇനി വായിക്കാൻ തോന്നുന്നു, ഇല്ലേ? തം കാമക്രോധോദ്ഭവം വേഗം. അങ്ങനെയുള്ള കാമക്രോധോദ്ഭവമായ വേഗത്തെ പ്രസഹതേ ഉത്സഹതേ, ആര് പ്രസഹിക്കുന്നുവോ, സോഢും പ്രസഹിതും, നല്ലപോലെ സഹിക്കുന്നതിന് പരിശ്രമിക്കുന്നുവോ, വിജയിച്ചാലും ഇല്ലെങ്കിലും, ഇല്ലേ? ചിലർ പറയാറുണ്ട് എനിക്ക് സഹിക്കാൻ കഴിയണില്ലയോ എന്ന് പറയാറുണ്ട്. സഹിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് കരയാറുണ്ട് ചില ആൾക്കാരില്ല, ഉണ്ട്. അപ്പം അത് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം സഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയണത്. സഹിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്നാണ്. അത് മതി, സഹിക്കാൻ സാധിച്ചോളണമെന്നില്ല, സഹിക്കാൻ ശ്രമിച്ചാൽ മതി. ഒരു ആളുടെ മരണത്തിൽ നമ്മൾ കാണാൻ പോയതാണ് അയാളുടെ വീട്ടിൽ. അയാളെ കാണാനല്ല, അയാളുടെ അടുത്ത ബന്ധുവിനെ കാണാൻ. ഇയാൾ സഹിക്കാൻ പറ്റണില്ലയോ എന്നിട്ട് പിടിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റണില്ലയോ, എന്ത് നിങ്ങളെ പിടുത്തം അത്ര ടൈറ്റായിട്ടാണ്, എന്താ ചെയ്യാൻ? അപ്പോൾ അയാൾ തന്നെ ചിരിച്ചുപോയി. അതുവരെ കരഞ്ഞ മനുഷ്യനാ. എന്താണ് കരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാണ്, തമാശയല്ല. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ ചിരിച്ചുപോയി. പാവം, മതി, അത്ര മതി. അയാളെ ചിരിപ്പിക്കല്ലേ നമുക്ക് വേണ്ടോ, നമ്മൾ തിരിച്ചു പോകും. അപ്പൊ ശ്രമം ചെയ്താൽ മതി, വിജയിക്കണം എന്നില്ല. അത്ര ആരാണോ ഉത്സാഹിക്കുന്നത് അവൻ തന്നെ സുഖിയായി തീരും. ഇന്നല്ലെങ്കിൽ നാളെ അവൻ യോഗിയായി തീരും. സയുക്ത, അവൻ യുക്തനാണ്, യോഗിയാണ്. സുഖീച്ച, ഈ ലോകത്തിൽ അവൻ വളരെ സുഖാണ്. കാരണം അവന് വേഗങ്ങൾ അവനെ ക്ലേശിപ്പിക്കുന്നില്ല. വേഗങ്ങൾ ക്ലേശിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ ക്ലേശങ്ങൾ വരുന്നത്. ആയുർവേദജ്ഞന്മാർ വേഗങ്ങളെ ഒന്നും തടുക്കരുത് പറയും. തടുക്കാൻ പാടില്ല. മൂത്രമൊഴിക്കാൻ തോന്നിയാൽ മൂത്രമൊഴിക്കണം. അയ്യേ അപ്പം തടഞ്ഞു വെച്ച് ഇന്ന സ്ഥലത്ത് എത്തട്ടെ, മറ്റൊരിടത്ത് എത്തട്ടെ, അതിന് മുമ്പ് വയ്യാന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെച്ചാൽ രോഗകാരണമാവും. അത് തുമ്മാൻ വന്നു, തുമ്മണൊക്കെ മോശമല്ലേ, പിടിച്ചു വെച്ചു. തുമ്മലവിടെ പിടിച്ചു വെച്ച്
അത് രോഗകാരണമാവും. രോഗകാരണമാകുന്നില്ല, വേഗങ്ങളെ തടുത്ത ദുർഭിഷജ്യമാണെന്നാണ് പറയുന്നത്. ദുർഭിഷജ്യമായിരിക്കും, ചികിത്സ ചെയ്ത് മാറ്റാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് വേഗമായി തീരുന്നതിന് മുമ്പ് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. വേഗമായി തീർന്നു കഴിഞ്ഞാൽ പറ്റില്ല. ഊഞ്ഞാലാടി വരുന്ന പോലെയാണ്. ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയെ ഇഷ്ടംപോലെ എടുത്ത് അമ്മാനമാടാൻ നമുക്ക് കഴിയുന്ന ഒരു കുട്ടി ഊഞ്ഞാലിലാടി വരികയാണ് ശക്തിയിൽ. നമ്മൾ തന്നെയാണ് ആട്ടി കൊടുക്കുന്നത്. ഒരു 10-20 ആട്ടം ആട്ടി, ഇനി ആ കുട്ടിനെ പിടിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മളടക്കം തെറിച്ചു വീണു പോകും. ഇത്ര ശക്തിയിലാണ് വരിക. ഇനി പതുക്കെ വേഗം കുറയ്ക്കാനുള്ള വിദ്യ നോക്കി കുറച്ച് നേരം വേഗം കുറഞ്ഞിട്ടേ നമുക്കതിന് പിടിക്കാൻ പറ്റൂ. ഇതുപോലെ തന്നെയാണ് നമ്മളെ വേഗങ്ങളും. വേഗം ഒരു പരിധി കൂടിയാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതാണ് ചിന്തിക്കുക. ഏകദേശം വ്യക്തമാണല്ലോ അല്ലേ? നോക്കൂ, കഥം ഭൂതഃ ച ബ്രഹ്മണി സ്ഥിതഃ ബ്രഹ്മ പ്രാപ്നോതി ഇത്യാഹ. കഥം ഭൂതഃ ച ബ്രഹ്മണി സ്ഥിതഃ ബ്രഹ്മ പ്രാപ്നോതി ഇത്യാഹ. അപ്പോൾ ഇത് ഈ വിഷയം കഴിഞ്ഞു. അപ്പം ബ്രഹ്മപ്രാപ്തനാകുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയുള്ളവനാണ് ബ്രഹ്മനിഷ്ഠിതൻ ബ്രഹ്മപ്രാപ്തനാകുന്നത്? എങ്ങനെ ബ്രഹ്മത്തിൽ ഉറച്ചു വർത്തിക്കുന്നവനാണ് ബ്രഹ്മപ്രാപ്തനാകുന്നത്? ആരാണ് ബ്രഹ്മപ്രാപ്തി നേടുന്നത്? ഈ ബ്രഹ്മപ്രാപ്തി നേടുക എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ട് നമ്മൾ ഭ്രമിക്കരുത്. കാരണം പ്രാപ്തി എപ്പോഴും അന്യമായ ഒന്നിനെയാണല്ലോ. ഇവിടെ അറിവ് തന്നെയാണ് പ്രാപ്തി, അത് തന്നെയാണ് നിഷ്ഠ. അപ്പൊ എങ്ങനെയുള്ളവനാണ് ബ്രഹ്മസാക്ഷാത്കാര സമ്പന്നനാകുന്നത്? എന്നാണ് ചോദ്യം. മറുപടി, യോന്ത സുഖോന്തരാരാമ തഥാന്തർജ്യോതിരേവ യഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യോന്ത സുഖോന്തരാരാമഃ തഥാന്തർജ്യോതിരേവ യഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യഃ അന്തഃസുഖഃ, യഃ അന്തഃസുഖഃ, യാതൊരാളാണോ ഉള്ളിൽ തന്നിൽ സുഖമായിട്ടിരിക്കുന്നത്. എന്താ അത്? നമ്മൾ സുഖത്തിന് പുറമേയുള്ള വിഷയങ്ങളെ ആശ്രയിക്കുന്നു, അവിടെ സുഖം കണ്ടെത്തുന്നു, അപ്പുറത്തെ സുഖം കണ്ടെത്തുന്നു. അതല്ല, അന്തഃസുഖഃ, ഉള്ളിലാണ് സുഖം, തന്നിൽ സുഖമായിട്ടിരിക്കുന്നു, ശാന്തമായിട്ട്. അപ്പോൾ സുഖപ്രാപ്തിക്ക് സാധാരണഗതിയിൽ പരിശ്രമം ഉണ്ടാവാറുണ്ട്. അപ്പം അന്തഃസുഖ എന്ന് പറയുമ്പോൾ ഈ ഉള്ളിൽ സുഖത്തെ അനുഭവിക്കുന്നതിന് പരിശ്രമപൂർവകമാണോ ഇരിക്കുന്നത്? ഏയ്, അന്തരാരാമഃ, ഉള്ളിൽ തന്നെ ആരമിക്കുന്നത്. തഥാ, അതേപോലെ അന്തർജ്യോതി, ഉള്ളിൽ നല്ല ഒളിയോട് കൂടിയിരിക്കണത്, നല്ല വെളിച്ചത്തോട് കൂടിയിരിക്കണത്, ഉള്ളിൽ തന്നെയാ വെളിച്ചം. സ യോഗി, ആ യോഗി, അങ്ങനെയുള്ള യോഗി, ബ്രഹ്മഭൂതഃ, ബ്രഹ്മഭൂതനായിട്ട് ബ്രഹ്മനിർവാണമധിഗച്ഛതി, ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു, ബ്രഹ്മത്തിൽ ഏകീഭവിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും നീങ്ങി ബ്രഹ്മനിഷ്ഠനാകുന്നു ഇങ്ങനെയുള്ള യോഗി. അപ്പൊ യോഗിയാവണം. മനോനിയന്ത്രണത്തിന് പരിശ്രമിക്കുന്നവനാവണം.
ജീവിതത്തിൽ ഉന്നതമായൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിക്കുന്നവനാകണം. അവനാണല്ലോ യോഗി. യോഗ സാധനകളെ അനുഷ്ഠിക്കുന്നവനാണ് യോഗി. അങ്ങനെയുള്ള യോഗി ബ്രഹ്മഭൂതനായിട്ട് ബ്രഹ്മനിർവാണമൃച്ഛതി അധിഗച്ഛതി, ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. അപ്പൊ എന്തൊക്കെയാ വ്യവസ്ഥ പറഞ്ഞേ? അന്തസുഖ, അന്തരാരാമ, അന്തർജ്യോതി. ഇങ്ങനെയുള്ള യോഗിയാണ് ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നത്. ആരമിക്കുന്നതാണ്. അതിൽ തന്നെ പരിപൂർണമായി തന്നിൽ തന്നെ രമിക്കുന്നു, ഉള്ളിൽ തന്നെ രമിക്കുന്നു. ആനന്ദസ്ഥിതിയാണ്. അപ്പോൾ ഉള്ളിൽ തന്നെ സുഖം, ഉള്ളിൽ തന്നെ ആരാമം, ഉള്ളിൽ തന്നെ പ്രകാശം. ഈ സ്ഥിതിയിലുള്ള യോഗി ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. ലക്ഷണം കെട്ടവരാണ്. എല്ലാ ലക്ഷണവും ഇല്ലാണ്ടായതാ. കാരണം ചിലപ്പോൾ ഭ്രാന്തനെ പോലെയാകും, ചിലപ്പോൾ ഉന്മത്തനെ പോലെയാകും, ചിലപ്പോൾ ബാലനെ പോലെയാകും, ചിലപ്പോൾ വിദ്വാനെ പോലെയാകും. നമുക്ക് പറയാൻ വയ്യ. പക്ഷെ ഒന്നുണ്ട്, ഈ ആന്തരികമായ സുഖത്തിൻ്റെ ഭാവം ആ യോഗിയിൽ സദാ ഉണ്ടാവും. അത് പക്ഷെ നമുക്ക് ലക്ഷണം എന്ന് പറഞ്ഞാൽ വേറൊരാൾ നോക്കാനാണല്ലോ പറഞ്ഞത്. ഈ വേറൊരാൾക്ക് നോക്കിയാൽ മനസ്സിലാവുമോ? ഇല്ല. കാരണം നോക്കുന്നവൻ അവൻ്റെ വൃത്തിക്കനുസരിച്ചല്ലേ നോക്കണത്. നോക്കുന്ന ആള് അയാളുടെ വൃത്തിക്കനുസരിച്ചല്ലേ വേറൊരാളെ കാണുന്നത്. ഇല്ല. അതെ. അപ്പൊ പിന്നെ എങ്ങനെയാ ലക്ഷണം പറയാം? അയാൾക്ക് ലക്ഷണം പറയാം, പഠിക്കാം എന്നല്ലാതെ വേറൊരാളെ കുറിച്ചുള്ള ലക്ഷണം പറയാൻ പറ്റില്ല. വേറെ ആളെ കുറിച്ച്, ആരെക്കുറിച്ച് ഒരു വിഷയത്തിലും ലക്ഷണം പറയാൻ പറ്റില്ല. ഏത് വിഷയത്തിലാണ് പറയാൻ പറ്റുമെന്ന് ആലോചിച്ചു. അയാൾ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ലക്ഷണമുണ്ടോ? അയാൾ എന്നോട് ദ്വേഷിക്കുന്നു എന്നുള്ളതിന് വല്ല ലക്ഷണമുണ്ടോ? പറയാ ഉണ്ടോ? ഉണ്ടെങ്കിൽ അറിയിച്ചാൽ പറയൂ. അയാൾക്ക് എന്നോട് ദേഷ്യമാണ്, എന്ത് ലക്ഷണം പറയാം? ഒരു ലക്ഷണവും പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വൃത്തിക്കനുസരിച്ചാണ് കാണുന്നത്, ചിന്തിക്കണത്, ലക്ഷണം പറയണത്. മുഖത്തെ ഭാവം കാണുമ്പോൾ അറിഞ്ഞൂടെ? ആർക്ക് കാണുന്നവൻ അറിയണ്ടേ? നോക്കൂ, നമ്മളെപ്പോഴും ഓർമ്മിക്കാറുള്ളതാണ് ഒരു ദൃഷ്ടാന്തം, എപ്പോഴും പറയാറുമുണ്ട്. സ്വാമി ഇനിയെങ്കിലും എന്തെങ്കിലും പുതിയ ദൃഷ്ടാന്തം പറയണമെന്നാണ് ചിലർ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല, പഴയ തന്നെ പറഞ്ഞാൽ സുഖ. ഞാൻ വലിയ സിദ്ധ മഹാത്മാവോ ഒന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ ജീവിച്ചു പോവുക നാട്ടിലൂടെ. അങ്ങനെ അന്ന് വിശേഷിച്ച് ഒരു സങ്കടവും ഇല്ല, ദേഷ്യവും ഇല്ല, ഒന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഓരോ ദിവസം ഓരോ മാതിരി ഉണ്ടാവുമല്ലോ അല്ലേ? ചിലപ്പോൾ ദേഷ്യം വന്നു എന്ന് വരും, ദേഷ്യം അപ്പം തന്നെ പോവും. ചിലപ്പോൾ സങ്കടം വന്നു എന്ന് വരും, അപ്പം തന്നെ പോവും. ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് തങ്ങി നിൽക്കുകയൊന്നുമില്ല. ഏതായാലും അന്ന് പ്രത്യേകിച്ച് ഒരു ദുഃഖവും ഇല്ല, ഒന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുക. ആ സമയത്താണ് മണിഭായിയുടെ വരവ്. മണിഭായി വന്നിട്ട് ചോദിച്ചു, അല്ല സ്വാമിജിക്ക് എന്താ ഒരു ദുഃഖം? എനിക്കൊരു ദുഃഖമില്ല, എന്തോന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല മനുഷ്യ, എനിക്കൊരു ദുഃഖമില്ല. അപ്പം ഞാൻ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അല്ല സ്വാമിജിക്ക് കണ്ടാലറിയാം എന്തോ ഒരു ദുഃഖമുണ്ട്. ഞാൻ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞു, എനിക്കൊരു ദുഃഖവുമില്ല, നീയാൾ വിടാൻ കൂട്ടാക്കണില്ല, എന്നോട് പറഞ്ഞൂടെ? എന്താ അയാളോട് പറയാൻ ഞാൻ? അയാളെന്താ? പക്ഷെ അയാളുടെ സ്നേഹം കൊണ്ടാണത്, അയാളുടെ ഒരു അടുപ്പം കൊണ്ടാണത്. കാരണം നമ്മുടെ വ്യവഹാരം കൊണ്ട് അയാൾക്ക് തോന്നുന്നത് സ്വാമി ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നെയാണെന്ന് അയാൾക്ക് തോന്നുന്നു. അത് ഞാൻ കുറ്റക്കാരനാണ്?
അല്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എന്നോട് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു, മനുഷ്യ, എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല, ഇനിയും നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ദുഃഖം ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതിരിക്കട്ടെ, നിങ്ങളിപ്പോൾ എവിടുന്നാണ് വരുന്നത്? ഞാൻ വീട്ടിൽ നിന്ന് തന്നെ. അപ്പം ഞാൻ ഒന്നുകൂടെ അടുത്തോട്ട് ചേർന്ന് നിന്ന് ചോദിച്ചു, വീട്ടിൽ ഭാര്യയായിട്ട് ലഹളം ഉണ്ടായോ? ഓ ആയി. അത്രയും ഉണ്ടായിട്ടുള്ളൂ, അല്ല അതിലപ്പുറം ഉണ്ടായോ? ഇയാൾ ജുബ്ബിടുന്ന ആളാ. ഈ ജുബ്ബ പൊന്തിച്ചിട്ട് പുറം കാണിച്ചു, ഇത്ര മുഴച്ചിട്ടുണ്ട്. പറക്കും തളി അറിയില്ലേ? ഫ്ലൈയിങ് സോസർ, അതാണ്. അറിയില്ല? പറക്കും തളിക എറിഞ്ഞതാണ് സോസർ കൊണ്ടെന്ന്. പറന്ന് വന്നിട്ട് ഇയാളെ പുറത്ത് കപ്പും സോസർ പുറത്ത് പതിച്ച് വലിയ ഉണ്ടായിരുന്നു, വലിയ മുഴയായിട്ടുണ്ട്. നോക്കണേ, അയാൾ വീട്ടിൽ നിന്ന് അയാളുടെ പത്നിയായി ലഹളയും ബഹളവും ഉണ്ടാക്കി, തമ്മിൽ തല്ലി, ഈ പത്നിയുടെ സോസർ കൊണ്ടുള്ള ഏറും കൊണ്ട് രക്ഷയില്ലാണ്ട് സമാധാനത്തിന് ആശ്രമത്തിൽ വന്നതാ. എന്തിനാണ് ഒരു ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട് ആശ്രമത്തിൽ വന്നത്? അപ്പോഴാണ് സമാധി മന്ദിരത്തിന്റെ പുറത്ത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, സമാധി മന്ദിരത്തിന്റെ പുറത്ത് വരാന്തയിൽ ഇരിക്കുന്ന ഒരു സന്യാസിയോട് ആലോചിച്ച് നോക്കൂ. അപ്പൊ ലക്ഷണം വെച്ച് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. കാരണം കാണുന്ന നമ്മളുടെ ഉള്ളിൽ എന്ത് വൃത്തിയാണോ അതാണ് നമ്മൾ അയാളിൽ കാണുക. അതേ ഉള്ളൂ. അത് വിജ്ഞാനിയുടെ വ്യവഹാരം അങ്ങനെ തന്നെയല്ലേ? അയാൾക്ക് എന്താ ഉള്ളത്? ഏത് ഭാവനയിൽ അയാളെ സമീപിക്കുന്ന അയാൾ അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊന്നുമില്ല. ചിന്തിക്കുക. അപ്പോൾ ലക്ഷണമൊന്നും പറയാൻ പറ്റില്ല. ശരി. അപ്പോൾ അന്തരാരാമ അന്തർജ്യോതി അന്തസുഖ, അങ്ങനെയുള്ള ആളാണ് ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഈ ബ്രഹ്മനിർവാണത്തെ പ്രാപിച്ചാൽ ഇതൊക്കെയാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബ്രഹ്മനിർവാണത്തെ, ഇതാണ് തള്ളി വീണു എന്ന് പറഞ്ഞ പോലെയാണ്. തള്ളിയോണ്ട് വീണോ അല്ല വീഴുമ്പോൾ തള്ളിയോ എന്താന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ എന്ന പോലെയാണിത്. ചിന്തിക്കുക. യഹ അന്തസുഖഃ അന്തരാത്മനി സുഖം യസ്യ സ അന്തസുഖഃ തഥാ അന്തരേവ ആത്മനി ആരാമഃ ആക്രീഡാ യസ്യ സഹ അന്തരാരാമഃ തഥാ ഏവ അന്തരാത്മാ ഏവ ജ്യോതിഃ പ്രകാശോ യസ്യ സ അന്തർജ്യോതിഃ ഏവ യഹ ഈദൃശഃ സഹ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മണി നിർവൃതിം മോക്ഷം ഇഹ ജീവൻ ഏവ ബ്രഹ്മഭൂതഃ സൻ അധിഗച്ഛതി പ്രാപ്നോതി. യഹ അന്തസുഖഃ അന്തരാത്മനി സുഖം യസ്യ സഹ അന്തസുഖഃ തഥാ അന്തരേവ ആത്മനി ആരാമഃ ആക്രീഡാ യസ്യ സഹ അന്തരാരാമഃ തഥാ ഏവ അന്തരാത്മാ ഏവ ജ്യോതിഃ പ്രകാശഃ യസ്യ സഹ അന്തർജ്യോതിഃ ഏവ യഹ ഈദൃശഃ സഹ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മണി നിർവൃതിം മോക്ഷം ഇഹ ജീവന്നേവ ബ്രഹ്മഭൂതഃ സൻ അധിഗച്ഛതി പ്രാപ്നോതി. അപ്പോൾ യഹ അന്തസുഖഃ അന്തരാത്മനി സുഖം യസ്യ, അന്തരാത്മാവിൽ ആർക്കാണോ സുഖം, പരിപൂർണ സുഖം, അന്തരാത്മാവിൽ സുഖം. പുറമെയുള്ള വിഷയങ്ങളിലല്ല സുഖം തേടുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പുറമേയുള്ള വിഷയങ്ങളിൽ സുഖം തേടുന്നു, നേടുന്നു, അതിന് നേരത്തെ പറഞ്ഞ പരിണാമങ്ങളൊക്കെ സംഭവിക്കും.
എന്നാൽ താൻ ഒരിക്കലും തന്നോട് ഇല്ലാതാവുന്നില്ല. തന്നെ തന്നിൽ നിന്ന് അകറ്റാൻ ആർക്കും കഴിയുന്നില്ല. താൻ താൻ തന്നെയാണ്. അതുകൊണ്ട് തന്നിലുള്ള സുഖം ഒരിക്കലും ഇല്ലാണ്ടും ആവില്ല. അന്തസുഖ. ചിന്തിക്കുക. ചിലപ്പോൾ സാമാന്യമായിട്ട് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരും, അയാൾ ബാഹ്യ വിഷയങ്ങളൊന്നും ഇല്ല അയാൾക്ക്, പിന്നെ അയാൾക്കെന്ത് സുഖമുള്ളത് ഇല്ലേ? കാരണം സാമാന്യമായിട്ട് ബാഹ്യ വിഷയപ്രാപ്തിയിലാണ് സുഖം. അപ്പം അതില്ലാത്ത ആൾക്കെന്ത് സുഖം നമ്മൾ ചിന്തിക്കും. ആ ഒരു മഹാൻ അന്തസുഖനാണ്. അയാൾക്ക് ബാഹ്യ വിഷയാപേക്ഷയിലല്ല സുഖം. അപ്പോൾ അന്തരാത്മനി സുഖം യസ്യ സഹ. അന്തരാത്മാവിൽ ആർക്ക് സുഖമോ അവൻ. ഈ അന്തരാത്മാവിൽ സുഖം അനുഭവിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എന്താണ് എൻ്റെ സ്വരൂപം എന്നറിയണം. അത് ലൗകികമായും അങ്ങനെ തന്നെയാണ്. ഒരു വസ്തു ഒരാൾക്ക് ഒരു മിഠായി കഴിച്ചപ്പോൾ സുഖം ഉണ്ടായി പറഞ്ഞാൽ മിഠായി അറിയണം, രണ്ട് മിഠായി അനുഭവിക്കണം, അപ്പോഴേ സുഖമുള്ളൂ. അപ്പം അറിഞ്ഞനുഭവിച്ചപ്പോഴേ അയാൾക്ക് സുഖമുള്ളൂ. അന്തരാത്മാവുള്ള സുഖം അങ്ങനെ തന്നെയാണ്. അറിഞ്ഞ അനുഭവത്തിലാണ് സുഖം. പക്ഷേ വ്യത്യാസം അവിടെ അനുഭവിക്കുന്നവനും അനുഭവിക്കപ്പെടുന്നു അനുഭവമൊക്കെ ഒന്ന് തന്നെയാന്നുള്ളതാണ്. വേറൊരാൾക്ക് മനസ്സിലാവില്ല. എങ്ങനെയാ മനസ്സിലാവുക? വേറൊരാൾക്ക് മനസ്സിലാവില്ല. വേറൊരാൾ അയാളുടെ ദൃഷ്ടിയിലല്ലേ പറയുക. എന്തിനും മറ്റൊരാളുടെ സുഖത്തെ പറ്റി പറയണോ? ഇരിപ്പിനെ പറ്റിയും നടപ്പിനെ പറ്റിയും വേറൊരാൾ അയാളുടെ ദൃഷ്ടിയിലല്ലേ നോക്കുക, ഇല്ലേ? എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ചാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. നമ്മൾ കാണുന്നതിനനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. ചിന്തിക്കുക. അയാൾ മഹാദുഷ്ടനാണെന്നും അയാൾ വലിയ മഹാത്മാവാണെന്നും പറയുന്നത് പുറമേ ഉള്ള ആളാ. അല്ലേ? ആലോചിച്ച് നോക്കൂ. പുറമേ ഉള്ള ആൾ അയാളുടെ വൃത്തിക്കനുസരിച്ചാണ്. ചിന്തിക്കുക. അപ്പൊ അന്തരാത്മനി സുഖം യസി. അന്തരാത്മാവിന്റെ അറിവിലും അനുഭവത്തിലുമേ അന്തരാത്മാവിലെ സുഖമൊക്കെ ഉള്ളൂ. അപ്പൊ അറിവും അനുഭവവും അവിടെ മുഖ്യമാണ്. അന്തരേവാത്മനി ആരാമഹ ക്രീഡ. അടുത്ത പറയണത് ആരാമഹ എന്നാണ്. ആരാമം ആ ക്രീഡ. ആരമിക്കുന്നു, അങ്ങേയറ്റം സ്വയം തന്നിൽ ക്രീഡിക്കുകയാണ്. ആത്മവിചാരത്തിലുള്ള അല്ലെങ്കിൽ ആത്മാനുസന്ധാനത്തിലുള്ള ആനന്ദം. ആത്മാനുസന്ധാനത്തിലുള്ള ആനന്ദം അനുഭവിച്ചുകൊണ്ട് കഴിയുന്നവനാണ്. വേറൊന്നിനും നേരമില്ല. ഉണ്ടോ? അവിടെ ദേശകാലങ്ങൾ പോയി. ദേശകാലങ്ങളൊക്കെ പ്രപഞ്ചത്തിലേക്ക് വരുമ്പോഴാണ്. തന്നിൽ ദേശവുമില്ല കാലവുമില്ല. വിഷയങ്ങളുടെ അപേക്ഷ ഒടുങ്ങിയപ്പോൾ തന്നെ ദേശകാലങ്ങളില്ല. സുഷുപ്തിയിൽ പോലും ദേശകാലങ്ങളില്ല, പിന്നെയല്ലേ? അപ്പൊ തന്നിൽ ആരംഭിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, സമാഹിതനെ സംബന്ധിച്ച് അവിടെ ദേശകാലങ്ങൾ അപ്രസക്തമാണ്. ചിന്തിക്കുക. അന്തരാരാമഃ തഥാ അന്തർജ്യോതിഃ. അന്തർജ്യോതിഃ അന്തരാത്മാ ഏവ ജ്യോതിഃ. തൻ്റെ ആത്മാവ് തന്നെയാണ് ജ്യോതി. സ്വയം പ്രകാശ സ്വരൂപമായിരിക്കുകയാണ്. അവിദ്യ
ആവരണങ്ങൾ, വിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നില്ല. താൻ തന്നെയാണ് ജ്യോതി സ്വരൂപൻ എന്ന തിരിച്ചറിവോട് കൂടി കഴിയുകയാണ്. തിരിച്ചറിവ് വന്നാതായി. ഇത് സാധാരണഗതിയിൽ പറയാറുണ്ട്, ഈ ഒരാൾ ഞാൻ രാധേയനാണ് എന്ന് വിചാരിച്ചു കഴിയുകയാണ്. അപ്പോഴാണ് മറ്റേയാൾ പറയുന്നത് നീ രാധേയനല്ല, നീ കൗന്ദേയനാണ്. ഒരാൾ കർണൻ, നീ കൗന്ദേയനാണെന്ന് സത്യവചസ്സായ ആൾ പറയുന്ന നിമിഷത്തിൽ ഇയാൾക്ക് ബോധമുണ്ടായി, ഞാൻ കൗന്ദേയനാണ്. അപ്പം ഇതുവരെ ഞാൻ രാധേയനാണെന്ന് വിചാരിച്ചു, ഈ നിമിഷം മനസ്സിലായി ഞാൻ കൗന്ദേയനാണ്. അതിന് കാലതാമസമില്ല. താൻ ജ്യോതി സ്വരൂപമാണെന്ന തിരിച്ചറിവ്. കാരണം അതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എങ്ങനെയാ? ഞാൻ അതാണ്, ഇതാണ്, ആണാണ്, പെണ്ണാണ്, നപുംസകമാണ്, കറുത്തിട്ടാണ്, വെളുത്തിട്ടാണ്, തടിച്ചിട്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഉപാധിയെ സംബന്ധിക്കുന്ന ധർമ്മങ്ങളാണ്. ഇതൊന്നും തെറ്റാന്ന് പറയുന്നില്ല. അതൊക്കെ ഉപാധിയെ സംബന്ധിക്കുന്ന ധർമ്മങ്ങളാണ്, എൻ്റെ ധർമ്മമല്ല, ആത്മധർമ്മമല്ല. ഈ അന്യധർമ്മങ്ങളോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞ ഒരാൾ ഏത് നിമിഷമാണോ ആത്മധർമ്മത്തിൽ ഉണരുന്നത്, അപ്പം അവൻ ആത്മജ്യോതിയായി. അതുവരെ അവൻ ബഹിജ്യോതിയാണ്, പുറമെയാണ് അവൻ്റെ വിളക്ക്. അത് നമ്മളിവിടെ വളരെ വിശദമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏകശ്ലോകിയെക്കുറിച്ച്. അവിടെ ഗുരുനാഥൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിലൂടെ സ്വയം ജ്യോതിയാണെന്ന് കണ്ടെത്തുകയാണ്. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൗ പ്രദീപാധികം സ്യാദേവം രവിദീപദർശന വിധൗ കിം ജ്യോതിരാഖ്യാഹി മേ ചക്ഷുസ്തസ്യ നിമീലനാദിസമയേ കിം ധീർധിയോ ദർശനേ കിം തത്രാഹമതോ ഭവൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭോ. കിം ജ്യോതിസ്തവ, നിന്റെ ജ്യോതിസ് എന്താണ്? എന്താണ് നിനക്ക് വെളിച്ചം? ഭാനുമാൻ അഹനിമേ, പകലെനിക്ക് സൂര്യനാണ് വെളിച്ചം. രാത്രവും, രാത്രി സൂര്യനുണ്ടോ? ഇല്ല. പ്രദീപാധികം, വിളക്ക് തുടങ്ങിയവ. സ്യാദേവം, ആയിക്കോട്ടെ, നീ പറഞ്ഞത് ശരിയാണ്. രവിദീപദർശന വിധൗ കിം ജ്യോതിഹി, സൂര്യനെയും വിളക്കിനെയും കാണുന്നതിൽ നിനക്ക് എന്താണ് വെളിച്ചം? സൂര്യനാണ് എൻ്റെ വെളിച്ചമെങ്കിൽ നീ സൂര്യനെ കാണരുതല്ലോ. വിളക്കാണ് എൻ്റെ വെളിച്ചമെങ്കിൽ നീ വിളക്ക് കാണരുതല്ലോ. അപ്പൊ വിളക്ക് കാണുന്നതിന് എന്താ വെളിച്ചം? ചക്ഷുഹു, കണ്ണാണ്. തസ്യ നിമീലനാദി സമയേക്കും, അത് പൂട്ടുക തുടങ്ങിയവ ചെയ്യുന്ന സമയത്ത് എന്ത്? കണ്ണ് പൂട്ടുന്ന സമയത്ത് എന്താണ്? അഥവാ നേത്രേന്ദ്രിയം പ്രവർത്തിക്കാത്ത അത്ര സമയത്ത് എന്താണ്? ബുദ്ധിയാണ്. എൻ്റെ ബുദ്ധി എന്ന് നീ പറയുന്നില്ലേ? ഉണ്ടല്ലോ. അപ്പൊ എൻ്റെ ബുദ്ധി എന്നും മറ്റും ബുദ്ധിയെ കാണുന്നതിന് നിനക്ക് എന്താണ് വെളിച്ചം? തത്രാഹം, അവിടെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നീ തന്നെയാണല്ലോ വലിയ വെളിച്ചം. ഭവാൻ പരമകം ജ്യോതിഹി, നീ പരമമായ ജ്യോതിസ് നീയാണ്. സൂര്യനുമല്ല, വിളക്ക് തുടങ്ങിയവയുമല്ല, കണ്ണുമല്ല, ബുദ്ധിയുമല്ല, നീ തന്നെയാണ് പരമമായ വെളിച്ചം. തദസ്മി പ്രഭോ, ഞാൻ അത് തന്നെയാണ് പ്രഭോ, തിരിച്ചറിഞ്ഞു. ഒരു ശ്ലോകത്തിലൊരു പ്രകരണം. ഇതിൻ്റെ വ്യാഖ്യാനം ചിദാനന്ദപുരി സ്വാമിയുടേത് ചില്ലാനം കൊടുത്ത് വാങ്ങി വായിക്കാം. ഞാൻ വായിച്ചിട്ടുണ്ട് സ്വാമി, പോരാ, ഇനിയും ചില്ലാനം കൊടുത്ത് വീണ്ടും വാങ്ങി വായിക്കുക. ബോധം ഉണ്ടാവണത് വരെ ചില്ലാനം കൊടുത്തു വാങ്ങി. അയ്യോ, അത് നഷ്ടക്കച്ചവടമാണല്ലോ, അവൻ ബോധം ഉണ്ടായി എന്നർത്ഥം. അത്രയേ ഉള്ളൂ. ശരി.
അന്തർജ്യോതി യഹ ഈദൃശ, ഇങ്ങനെയുള്ളവൻ യാവനാണോ, യാതൊരുത്തനാണോ ഇങ്ങനെയുള്ളത്, യഹ ഈദൃശ സ യോഗി, അങ്ങനെയുള്ള യോഗി, ഒരു സംശയമില്ലാതെ പറയാണ് ബ്രഹ്മനിർവാണം അധിഗച്ഛതി. ബ്രഹ്മനിർവാണം, ബ്രഹ്മണി നിർവാണം, നിർവൃതി, ബ്രഹ്മത്തിൽ നിർവൃതിയെ പ്രാപിക്കുന്നു, ബ്രഹ്മത്തിൽ നിർവൃതിയെ പ്രാപിക്കുന്നു. മോക്ഷം എപ്പോ? മോക്ഷം മരിച്ചിട്ടാണോ? അല്ല, ഇഹ ജീവന്നേവ, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാകുന്നു, ബ്രഹ്മഭൂതനായിട്ട്. അധിഗച്ഛതി പ്രാപ്നോതി, പ്രാപിക്കുന്നു. ഇതാണ് ആര് എപ്പോ ബ്രഹ്മഭൂതനാവുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം. അന്തരാരാമൻ സമാഹിതനാണ്. അന്തരാരാമസ്ഥിതി സമാധിയാണ്. സമാഹിതനെ അന്തരാരാമനാവാൻ കഴിയും. അപ്പൊ അവിടെ വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുക അന്തരാരാമസ്ഥിതിയില്ലേ? ഉണ്ട്. ഏത് വ്യവഹാരം ചെയ്യുമ്പോഴും സമാഹിതൻ ആത്മബോധമുണ്ട്. താൻ ഒരിക്കലും താൻ അല്ലാതാവുന്നില്ല. ഞാൻ ജപിച്ചു എന്ന് പറഞ്ഞാലും, ഞാൻ ധ്യാനിച്ചു എന്ന് പറഞ്ഞാലും, ഞാൻ മറ്റൊരാളെ തല്ലി എന്ന് പറഞ്ഞാലും, ജപധ്യാനങ്ങളാകുന്ന സാധനാ വിഷയത്തിലായാലും, മറ്റൊരാളെ തല്ലുക എന്നുള്ള ഒരു നിയമവിരുദ്ധമായ നടപടിയായാലും ഞാൻ തന്നെയാണ്. ഞാനിന് മാറ്റമില്ല. ഈ ഞാൻ സദാ അനുസ്യൂതമാണ് സമാഹിതന്. മറ്റൊരു കഥ മറ്റൊരു കഥ ദൃശ്യമായിട്ട് താതാത്മ്യപ്പെടുകയാണ്. അവിടെ ഞാൻ നഷ്ടപ്പെട്ടു. മാത്രമല്ല ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാന സർവഭൂതഹിതേ രതാഃ. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധാഃ യതാത്മാനഃ സർവഭൂതഹിതേ രതാഃ ബ്രഹ്മനിർവാണം ലഭന്തേ. ആരാണ് ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നത്? ലഭന്തേ ബ്രഹ്മനിർവാണം, ബ്രഹ്മനിർവാണത്തെ നേടുന്നു. അപ്പൊ ബ്രഹ്മനിർവാണം പറഞ്ഞു, ബ്രഹ്മത്തിലുള്ള നിർവൃതിയാണ് ബ്രഹ്മനിർവാണം. ആര്? ഋഷയഃ, ഋഷിമാര്, സത്യദർശന സമ്പന്നര്, സമ്യക് ദർശികൾ, ശരിയായ കാഴ്ചയുള്ളവർ, ശരിയായ നല്ല കാഴ്ചയുള്ളവരാണ് ഋഷിമാർ, സത്യദർശന സമ്പന്നർ. നമ്മൾ ഋഷി എന്നൊക്കെ പറയുമ്പോൾ
എന്തെങ്കിലും രൂപത്തിലൊക്കെ ചിലപ്പോൾ കുടുങ്ങിപ്പോയി എന്ന് വരും ഇല്ലേ? എന്തൊക്കെയോ കാവ്യം എടുക്കുക, ഇനി അങ്ങോട്ട് മെലിയാൻ കഴിയാത്ത വിധം മെലിഞ്ഞിരിക്കണം, തലമുടിയൊക്കെ മുകളിൽ കെട്ടി വെച്ചാൽ നല്ലതല്ലേ. പിന്നെ ഒരു വടീൻ്റെ മുകളിൽ കൈയൊക്കെ വെച്ച് നീണ്ട താടി വേണം. ഇങ്ങനെ ഒരു ചിത്രം നമ്മളെ മനസ്സിലുണ്ട്. അവിടെ ഗുജറാത്തിലൊരു മോനുണ്ട്, അവൻ്റെ പേര് വേദാന്ത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഋഷി എന്നാണ് പറയുക. ബാക്കി സ്വാമിമാരൊക്കെ ആവുന്ന ഋഷി അല്ലാത്ത സ്വാമിമാരാണ്. ഇപ്പം എന്താ സംഭവം വെച്ചാൽ ഈ ഇങ്ങനെ പുതയ്ക്കുന്നോണ്ടാണ്. മറ്റതൊക്കെ കുപ്പായ ഇടുന്നുണ്ട്, കുപ്പായ ഇടുന്നവരൊക്കെ സ്വാമിമാർ, കാവി കുപ്പായ ഇടുന്നവർ സ്വാമിമാർ, പുതയ്ക്കണോണ്ട് ഋഷി. നോക്കണേ. അപ്പം എന്താ ആ കുട്ടി ഇപ്പോൾ അതിന് പറയുക യു കെ ജിയിലാണ് പോണത്. അപ്പോൾ അതിൽ ഋഷി എന്നൊരു ചിത്രമുണ്ട്. ഋ അക്ഷരത്തിൽ ആ ഈ ഓ ഓ ഋഷി എന്നാണ് ശബ്ദം. അതിൽ ചിത്രം ഒരു പുതച്ചയാളുള്ളതാണ്. ഒരു കമണ്ടലുണ്ട്, താടിയുണ്ട്, തലമുടി ഇങ്ങനെ മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതില്ലല്ലോ സ്വാമിക്ക്, അതൊന്നും വേണ്ട, അത് പുതച്ചാൽ ഋഷിയായി. ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് സമ്യക് ദർശിന, സമ്യക് ദർശി ഋഷയ, സമ്യക് ദർശികളായിട്ടുള്ളവർ ആര്? ക്ഷീണകൽമഷാഹ, കൽമഷം നീങ്ങിയവർ. പാപം അവനെ പറ്റിക്കണം അവളെ പറ്റിക്കണം എന്നുള്ള ഈ ഈ കൽമഷം നീങ്ങിയവർ, പാപവാസന നീങ്ങിയവർ, വഞ്ചന അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെയുള്ളതായ ചിത്തകൽമഷങ്ങളൊക്കെ നീങ്ങിയവർ. കുശുമ്പ്, അസൂയ. നാളെ ഒരാൾ ചോദിച്ചു, സ്വാമി കുശുമ്പ് എന്താണ്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ലേ, അത് തന്നെയാണ് കുശുമ്പ്. അതാണെന്താ പറയുക, കുശുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണോ അത് തന്നെ കുശുമ്പല്ല. അസൂയ, ഇങ്ങനെയുള്ള ചിത്തമാലിന്യങ്ങൾ നീങ്ങിയവർ. ക്ഷീണപാപാഹ. ഛിന്നദ്വൈതാഹ, ദ്വൈതാഹ, ദ്വൈത എന്ന് പറഞ്ഞാൽ രണ്ട് പ്രകാരത്തിൽ, ഛിന്നദ്വൈത എന്ന് പറഞ്ഞാൽ രണ്ട് പ്രകാരത്തിലുള്ളത് എന്നത് നീങ്ങിയവർ, ഛേദിക്കപ്പെട്ടവർ. അതൊന്ന് വേറെ ഇതൊന്ന് വേറെ, അവനൊന്ന് വേറെ അവളൊന്ന് വേറെ, ഈ ഭേദദൃഷ്ടി നീങ്ങിയവർ. ഛിന്നദ്വൈത. സർവോപരി യഥാത്മാനഃ, നല്ലപോലെ മനോനിയന്ത്രണത്തിന്, ബുദ്ധിയെ സ്വാധീനമാക്കുന്നതിന് പരിശ്രമിച്ചിട്ടുള്ളവർ. യഥാത്മാനഃ. സർവോപരി സർവഭൂതഹിതേ രതാഹ, എല്ലാ ഭൂതങ്ങളുടെയും ഹിതത്തിൽ രഥന്മാരായവർ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാത്തിനും നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കുന്നവർ. ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാവരുടെയും നന്മയ്ക്ക് ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഒന്നിനൊരു ദോഷം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവർ. സർവഭൂത ഹിതേരതാഹ, എല്ലാ ഭൂതങ്ങളുടെയും ഹിതത്തിൽ രഥന്മാരായവർ. ഇങ്ങനെയുള്ളവർ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. ശ്രദ്ധിക്കുക. അല്ലാണ്ട് സ്വാമിക്ക് ഇത്ര ദക്ഷിണ കൊടുത്തവര് ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു, അമ്പലത്തിൽ സ്വർണം പൂശിയവര് ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് സമ്യക് ദർശന സമ്പന്നര്. അതിനെന്ത് വേണം? ശ്രവണ മനന നിധിധ്യാസ ലക്ഷണമായിരിക്കുന്ന സാധനാക്രമത്തിലൂടെ അജ്ഞാനനാശത്തിന് പരിശ്രമിക്കണം. അതാണ് വഴി. ക്ഷീണകൽമഷാഹ, കൽമഷമില്ലാതാക്കണം. അപ്പം പ്രതിപക്ഷ ഭാവന കൊണ്ടും ജപാതി സാധനകളെ കൊണ്ടും സർവോപരി വിചാര സാധനയെ കൊണ്ടും പാപങ്ങളെ ക്ഷയിപ്പിക്കണം.
പിന്നെ പറഞ്ഞത് ഛിന്നദ്വൈതാഹ, ഈ രണ്ട് എന്നുള്ളത് ഛേദിക്കപ്പെട്ടവർ. അദ്വൈത ഭാവന നല്ലപോലെ ചെയ്യാം, അഭേദഭാവനയെ വളർത്തുക. അതിന് ശാസ്ത്രപ്രവൃത്തി അനിവാര്യമാണ്. നിന്നിലും എന്നിലും അവനിലും അവളിലും ഉണ്മയായിരിക്കുന്നത് ഏകം എന്നുള്ള അനുസന്ധാനം ചെയ്യാം. അത് തന്നെയാ ഛിന്നദ്വൈത എന്നുള്ളതിലേക്കുള്ള മാർഗമുള്ളൂ. യഥാത്മാനഹ, യഥാത്മാവാകാൻ വേറെ എളുപ്പ വഴിയൊന്നുമില്ല, യത്നം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇല്ലേ? വേറെ വല്ല വഴിയുണ്ടോ? യത്നവാനാവാൻ യത്നം ചെയ്യല്ലാണ്ട് വേറെ വല്ല വഴിയുണ്ടോ? ഇല്ല. അവിടെ യോഗ സാധനകളിൽ നിമഗ്നനാവുക. യോഗസാധന എന്ന് പറഞ്ഞാൽ ഭക്തി, ജ്ഞാനം, കർമ്മം എന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഏതാണോ അവനവൻ അനുകൂലമായ സാധനാമാർഗം, അങ്ങനെയുള്ള സാധനാമാർഗത്തിൽ പ്രവർത്തിക്കുന്നവനാവുക, അതാണ് അർത്ഥം. യഥാത്മാനഃ. അവിടെ യത്നിക്ക് അല്ലാതെ വേറെ വഴിയില്ല എന്ന് ഓർമ്മിച്ചോളണം. സർവഭൂതഹിതേരതാഹ, അത് നേരത്തെ പറഞ്ഞ വേദാന്ത വിചാരത്തിലൂടെ സർവത്തിൻ്റെയും സ്വരൂപമേകമാണെന്നുള്ള ബോധത്തിലേക്ക് ഉയരുക. അതേ അവിടെ ആത്യന്തികമായി വഴിയുള്ളൂ. ഇങ്ങനെ ഈ പറഞ്ഞ ക്ഷീണകൽമഷന്മാരായി, ഋഷിമാരായി, ദ്വൈത ഭാവങ്ങളെ ഇല്ലാതാക്കി യഥാത്മാക്കളായി സർവഭൂതങ്ങളിലും ഉള്ള ഹിതത്തെ ചിന്തിക്കുന്നവരായി കഴിയുന്നവരാരോ അവരാണ് ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നത്. വ്യക്തമാണല്ലോ. ഇവിടെയൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് സാധ്യത ഉണ്ട്. എല്ലാവരും വ്യക്തമാണെന്ന് പറഞ്ഞാൽ തലയാട്ടുന്ന സ്ഥിതിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരുപാട് ഉടക്ക് ചോദ്യങ്ങൾക്ക് ഇവിടെ സാധ്യത ഉണ്ട് ഈ ശ്ലോകത്തിൽ. ഒരുപാട്, കുറച്ചൊന്നുമല്ല. ഈ ശ്ലോകത്തിൽ നമുക്ക് മുഴുവൻ എതിർക്കാം. അങ്ങനെ വേണം ശാസ്ത്രം, അല്ലേ? പൂർവപക്ഷം എന്ന രീതിയിൽ ഉന്നയിച്ചുകൊണ്ട് ശാസ്ത്രം പഠിക്കേണ്ടതാണ്. ഇപ്പൊ സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രതി ചെയ്തുകൊണ്ട് അതിന് പ്രവർത്തിക്കുന്ന ഒരാൾ എങ്ങനെ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കും? ചോദ്യം. അയാൾ എപ്പോഴും ലോകത്തിലല്ലേ ഉണ്ടാവുക, അയാൾ എപ്പോഴും ലോകവ്യവഹാരത്തിലല്ലേ ഉണ്ടാവുക. സർവഭൂതങ്ങളെയും കണ്ട് അവരുടെ ഹിതത്തിന് വേണ്ടി സേവാപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിയുന്ന ആൾക്ക് ബ്രഹ്മനിർവാണം ഉണ്ടാവുമോ? ചോദ്യം. എന്താ ചോദിക്കാത്തെ? ഇല്ലേ? അപ്പം മറുപടി പറയാം. ഈ ബ്രഹ്മനിർവാണത്തെ പ്രാപിച്ചാൽ സർവഭൂതഹിതേരതനായിരിക്കും ഒരർത്ഥം. രണ്ട്, ഈ സർവഭൂതഹിതേരതാഹ എന്ന് പറയുമ്പോൾ ഇപ്രകാരമുള്ള സാധകനിൽ നിന്ന് ഇതര ഭൂതങ്ങൾക്ക് അഹിതമാകുന്നൊന്ന് വരൂ എന്നർത്ഥം. അല്ലാണ്ട് അയാൾ ഓടിച്ചാടി ഈ ഭൂതഹിതം ചെയ്യുന്നു എന്നർത്ഥമില്ല. ഭൂതഹിതം കരണീയമാണെന്നുള്ള തലം വേറെയാണ്, അതിനൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. അതൊക്കെ നേരത്തെ പറഞ്ഞതാ. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സാധകനിൽ നിന്ന് സർവഭൂതഹിതേ രതത്വമേ വരൂ എന്നർത്ഥം. അങ്ങനെ ഓരോ ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തണം. നോക്കൂ, ലഭന്തേ ബ്രഹ്മനിർവാണം മോക്ഷം ഋഷയഃ സമ്യക് ദർശിനഃ സന്യാസിനഃ ക്ഷീണകൽമഷാഃ ക്ഷീണപാപാദിദോഷാഃ ഛിന്നദ്വൈത ഛിന്നസംശയാഃ യഥാത്മാനഃ സംയതേന്ദ്രിയാഃ സർവഭൂതഹിതേ രതാഃ സർവേഷാം ഭൂതാനാം ഹിതേ ആനുകൂല്യേ രതാഃ അഹിംസകാഃ ഇത്യർത്ഥഃ. ലഭന്തേ ബ്രഹ്മനിർവാണം മോക്ഷം ഋഷയഃ സമ്യക് ദർശിനഃ സന്യാസിനഃ ക്ഷീണകൽമഷാഃ
ക്ഷീണപാപാദിദോഷാः ഛിന്നദ്വൈധാ ഛിന്നസംശയാः യഥാത്മാനഃ സംയതേന്ദ്രിയാः സർവഭൂതഹിതേ രതാः സർവേഷാം ഭൂതാനാം ഹിതേ ആനുകൂല്യേ രതാः അഹിംസകാः ഇത്യർത്ഥഃ. അപ്പോ ലഭന്തേ ബ്രഹ്മനിർവാണം, ബ്രഹ്മനിർവാണത്തെ നേടുന്നു ആര്? ഋഷയഃ. മോക്ഷത്തെ നേടുന്നു, മുക്തരാവുന്നു ആര്? ഋഷിമാര്. അവിടെ ഋഷി ശബ്ദത്തിന് അർത്ഥം പറയുന്നത് സമ്യക് ദർശികൾ എന്നാണ്. സമ്യക് ദർശിന, സന്യാസിന എന്നും കൂട്ടിച്ചേർക്കുന്നു. സന്യാസിമാര്. അപ്പൊ സന്യാസിമാർക്കേ മോക്ഷമുള്ളോ? ചോദ്യം. അവിടെ സന്യാസി എന്ന് പറഞ്ഞാൽ കാഷായം എടുത്ത ആളെന്നോ മുട്ട പിടിച്ച ആളെന്നോ പേര് സന്യാസി പേരുള്ള ആളെന്നോ ഒന്നും അർത്ഥമില്ല. അങ്ങനെ ആയതുകൊണ്ട് മുക്തനാവുമെന്നില്ല, അങ്ങനെ അല്ലാത്തത് കൊണ്ട് മുക്തനാവില്ലെന്നുമില്ല. രണ്ടുമില്ല. മറിച്ച് ഒരാൾ സമ്യക് ദർശിയായാൽ സ്വാഭാവികമായിട്ട് അയാൾ പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരും. അയാൾ പുറമെ ബ്രഹ്മചാരിയാവാം, ഗൃഹസ്ഥനാവാം, വാനപ്രസ്ഥനാവാം, സന്യാസിയാവാം, ആരും ആയിക്കോട്ടെ. പുറമെ ഉള്ളുകൊണ്ട് അയാള് പരമാർത്ഥ സന്യാസി, ഒന്നിനോട് ഒട്ടലില്ലാത്ത ആളായിരിക്കും. അതുകൊണ്ട് സമ്യക് ദർശിയായിട്ടുള്ള ആള് നിശ്ചയമായും സന്യാസിയായിരിക്കും. അയാൾ ഏത് വേഷത്തിൽ, ഏത് പേരിൽ, എവിടെ, എങ്ങനെ നടന്നാലും ഒന്നിനോട് ഒട്ടലില്ലാത്തവനാണ്. അല്ലാണ്ട് സന്യാസി പറഞ്ഞോണ്ട് സന്യാസിയാവില്ല. ഞാൻ പറയാണ് ഞാൻ സന്യാസിയാണ്, എന്താ സ്വാമി സന്യാസിയുടെ ലക്ഷണം? എന്താ കാപ്പി കൊടുത്ത കണ്ടില്ലേ, അല്ലെങ്കിൽ മുട്ട പിടിച്ചില്ലേ, പേര് നിങ്ങൾക്ക് കേട്ടറിയില്ലേ സ്വാമി ചിദാനന്ദപുരിന്ന്? അതൊക്കെ സന്യാസിയാന്നുള്ള ലക്ഷണമാണോ? ഒരിക്കലും അല്ല. സന്യാസിയാണെന്നുള്ളത് ലിംഗമാണെന്ന് വേണമെങ്കിൽ പറയാം, ലക്ഷണമെന്ന് പറയാൻ പറ്റില്ല. സന്യാസിയുടെ ലക്ഷണം ജ്ഞാന വൈരാഗ്യ ലക്ഷണമാണ്. അത് ഒരാൾക്കുണ്ടോ ഇല്ല, എങ്ങനെയാണ്, ആർക്കും പുറമെ പറയാൻ പറ്റില്ല. ഒന്ന്. രണ്ട്, ആ പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഏത് ആശ്രമത്തിലുള്ളവർക്കും ഉയരാം. ജ്ഞാനിയാണോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ഇത് അറിഞ്ഞിട്ടുണ്ടോ? സമ്യക് ദർശിന സന്യാസിന. സമ്യക് ദർശി സന്യാസിയാവും. സമ്യക് ദർശിയെ സംബന്ധിച്ച് അയാൾക്ക് പ്രത്യേകിച്ച് കർമ്മങ്ങൾ, സന്ധ്യാവന്ദനാദികളൊന്നുമില്ല. കാരണം അയാൾക്ക് സന്ധ്യയില്ല. സമ്യക് ദർശിയിൽ എപ്പോഴും ആത്മജ്യോതിയാണ്, അന്തജ്യോതി, അന്തജ്യോതി. ഈ അന്തർജ്യോതി ആയതുകൊണ്ട് പിന്നെ അഷ്ടമയമുണ്ടോ? ഇല്ല. അഷ്ടമയം ഇല്ലെങ്കിൽ പിന്നെ ഉദയമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ സന്ധ്യ ഉണ്ടോ? ഇല്ല. സന്ധ്യ ഇല്ലെങ്കിൽ സന്ധ്യാവന്ദനം ഉണ്ടോ? ഇല്ല. സന്ധ്യാവന്ദനം ഇല്ലാച്ചാ പിന്നെ യജ്ഞങ്ങൾ, യാഗങ്ങൾ, ഹോമങ്ങളുണ്ടോ? ഇല്ല. പരമാർത്ഥിക സന്യാസിയാണ്. അന്തർജ്യോതി. സന്യാസി. ക്ഷീണകൽമഷ, ക്ഷീണപാപാദിദോഷ, പാപദോഷങ്ങളെല്ലാം ക്ഷയിച്ചു പോയവർ. വഞ്ചനാത്മകമായതാണ് പാപാദിദോഷങ്ങൾ. അവനെ പറ്റിക്കണം, അവളെ പറ്റിക്കണം എന്നുള്ള ചിന്തയോടുകൂടി കഴിയുന്ന അങ്ങനത്തെ എല്ലാ പാപങ്ങളും നീങ്ങിയ, ക്ഷയിച്ചു പോയ. ഛിന്നദ്വൈത. ഇവിടെ ദ്വൈതാകൾ ആചാര്യസ്വാമികൾ അർത്ഥം പറഞ്ഞ സംശയം എന്നാണ്. സംശയം നീങ്ങിയവർ ഛിന്ന സംശയാഹ. സംശയങ്ങൾ ക്ഷീയന്തേ ജാസ്യ കർമാണി വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ജാസ്യ കർമാണി. ഉപനിഷത്ത് പറയുന്ന സർവസംശയങ്ങളും ഛേദിക്കപ്പെട്ട. അതാണോ ഇതാണോ, ഏകമാണോ അല്ല പലതാണോ, ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും നീങ്ങി. ആർക്കാ സംശയം നീങ്ങുന്നേ? സ്വാനുഭൂതിയിലാണ് സംശയം നീങ്ങുന്നത്. സമ്യക് ദർശനത്തിലാണ് സംശയം നീങ്ങുന്നത്. അങ്ങനെ സംശയം നീങ്ങിയവര് യഥാത്മാനഹ സംയതേന്ദ്രിയാഹ, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി അടക്കിയവർ. അവിടെ ഇന്ദ്രിയ എന്നുള്ളതിന് മനസ്സൊന്നും കൂട്ടിച്ചേർക്കണം. അപ്പം ഇന്ദ്രിയ മനസ്സുകളെ അടക്കിയവർ, ഉള്ളടക്കം വന്നവർ. സർവഭൂതഹിതേരതാഹ,
സർവഭൂതങ്ങൾ സർവേഷാം ഭൂതാനാം ആനുകൂല്യരതാഹ. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഒന്നിനും ഉപദ്രവം വിചാരിക്കുന്നില്ല. അഹിംസകാഹ, അഹിംസകന്മാരെന്നർത്ഥം. അങ്ങനെയുള്ളവർ, അവരാണ് ബ്രഹ്മനിർവ്വാണത്തെ പ്രാപിക്കുന്നത്. ബ്രഹ്മഭൂതൻ ഇങ്ങനെയൊക്കെ ആവുകയും ചെയ്യും എന്നർത്ഥം. 25-ാമത്തെ ശ്ലോകം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം.